ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാൻ മുഹ്സിൻ റഷീദ് ഫ്രം കാലിക്കറ്റ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലാണ്. എല്ലാവരും വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കുക. അപ്പൊ നമ്മൾ 2025 ജനുവരി മുതൽ ഇന്ന് ജനുവരി 31 ലൈവ് ട്രേഡിങ്ങിന്റെയും മറ്റുള്ള കാര്യങ്ങളുടെയും ഒക്കെ മുമ്പേ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ബേസിക് കാര്യങ്ങളുടെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ സ്റ്റുഡന്റ് സ്പെഷ്യലാണ്. അത് യൂട്യൂബ് സ്റ്റുഡൻസ് ആയിക്കോട്ടെ, അതുപോലെ നമ്മുടെ പ്രീമിയം പ്രൈസ് ആക്ഷൻ ആപ്ലിക്കേഷൻ മൊബൈലിലൂടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് ജോലി കഴിഞ്ഞതിന് ശേഷം പഠിച്ച് നമ്മുടെ ഗ്രൂപ്പിൽ പ്രാക്ടീസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആയിക്കോട്ടെ, എല്ലാ സ്റ്റുഡൻസും ഒരേപോലെയാണ്. തീർച്ചയായിട്ടും ആ കണ്ടന്റ് അവിടെ ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ റെന്റൽ ആപ്ലിക്കേഷനിലൂടെ വരുന്ന ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അത് പ്രീമിയം കണ്ടന്റ് ആണ്. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോ ആണ്. നമുക്ക് എന്താണ് ലക്ഷ്യം? നമ്മൾ മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ 2020 മുതൽ 2024 വരെ ഒരുപാട് പെർസെന്റേജ് ഓഫ് അക്കൗണ്ട് ഓപ്പൺ ആയിട്ടുണ്ട്. എല്ലാവർക്കും മാർക്കറ്റിൽ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പ്രവാസികളായിട്ടും നാട്ടിലും വിവിധ ജോലി ചെയ്യുന്ന ആളുകളാണ്. 12 മണിക്കൂറും 18 മണിക്കൂറും 20 മണിക്കൂറും ഒക്കെ 1000 2000 ആ ബേസിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ എല്ലാവർക്കും അറിയാം സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് 5000 മുതൽ 10,000 ആ നമ്മുടെ പെർസെന്റേജ് ബേസ് ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന ആളുകളുണ്ട് അല്ലെ? അപ്പൊ എന്തിനാണ് ഈ സത്യത്തിൽ ട്രേഡ് ചെയ്യുന്നത്? ട്രേഡ് മെയിൻ ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിര വരുമാനം. നമ്മളിപ്പോ ശമ്പളം ഉള്ള ആളാണ്. ഒരു 50,000 രൂപ എനിക്ക് ശമ്പളം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രേഡിങ്ങിലൂടെ നമ്മുടെ സ്ഥിര വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അതേ സ്ഥാനത്ത് നമ്മുടെ സുഹൃത്തുക്കളൊന്നും പഠിക്കാതെ ചെയ്തുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ കൊച്ചിൻ ഷിപ്പ്യാർഡിലൊക്കെ വളരെ ഇമോഷൻ ആയിട്ടുള്ള ന്യൂസുകളൊക്കെ നമുക്ക് ആ ഓഹരി വിപണി ഗ്രൂപ്പിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് സിസ്റ്റർ കല്യാണത്തിന് വെച്ച് 5 ലക്ഷം രൂപയൊക്കെ ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ആരോ റെക്കമെൻഡേഷനിലൂടെ ബൈ ചെയ്തുകൊണ്ട് അത് താഴെ പോയി. അതുകൊണ്ടാണ് സെബിയൊക്കെ ഇത്രയും റെസ്ട്രിക്ഷൻ കൊണ്ടുവരുന്നത്. ഓക്കെ. അപ്പൊ ഈ നമ്മുടെ ഈ സ്റ്റോക്കുകളെ കുറിച്ച് സംസാരിക്കുന്നതിന് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ മുമ്പോട്ട് എന്ന് പറയുന്നത് വളരെ അതുപോലെ നമ്മുടെ നോട്ട് സൈസ് കൂട്ടി ഫ്യൂച്ചർ ഓപ്ഷൻസിന്റെ. അപ്പൊ എല്ലാവരും വളരെ ശ്രദ്ധിക്കുക. മാർക്കറ്റ് അതിന്റെ സുപ്രീം ലെവലിലോട്ട് കൊണ്ടുപോവാണ്. അപ്പൊ തീർച്ചയായിട്ടും അന്നത്തെ കാലങ്ങളിലൊക്കെ നമ്മൾ പഠിച്ച രീതി എങ്ങനെയാണോ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ തെറ്റല്ല. നമ്മൾ ഏത് റേഞ്ചിലാണോ പഠിക്കുന്നത്, ഏത് രീതിയിലാണോ പഠിക്കുന്നത് അതനുസരിച്ചിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുക. മാർക്കറ്റിൽ സുപ്രീം ബിസിനസ് ആണ് സുഹൃത്തുക്കളെ. ലോക സമ്പന്നരുടെ ബിസിനസ് ആണ്. അത് വെറുതെ പറയല്ല. അതിന് അതിന്റേതായ രീതിയിൽ പങ്കെടുത്താൽ മാത്രമേ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ മണി ഇമോഷൻ പാടില്ല. വാലിഡ് കണ്ടന്റ് നിങ്ങൾ എവിടെ പോയി പഠിക്കുമ്പോൾ നല്ല വാല്യൂഷൻ ഉണ്ടാവും. സ്റ്റോക്കിനെ പോലെ നല്ല നല്ല വില ഉണ്ടാവും. അപ്പൊ അവിടെ നമ്മൾ മണി ഇമോഷൻ കൊണ്ടുകഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്. അതുപോലെ തന്നെ ടൈം ഇമോഷൻ. നമ്മൾ സമയം കൊടുക്കണം. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ തൊഴിലാണ്. സമയം കൊടുത്ത് പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ. പ്രാക്ടീസ് മസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഈ സ്റ്റോക്ക് ബയ്യിങ്ങിൽ മണി ഇമോഷൻ കാണിച്ച ആളുകളാണ് ഈ ഏറ്റവും വില കുറഞ്ഞ സ്റ്റോക്കുകൾ എഡ്യൂക്കേഷൻ കടന്നിട്ടാണ് വില കുറഞ്ഞ സ്റ്റോക്കുകൾ മേടിച്ചുകൊണ്ട് എന്താകുന്നത് അത് താഴോട്ട് പോകുന്നതും പെന്നി സ്റ്റോക്കുകൾ അതിൽ പണം നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പൊ ടോട്ടലി പറഞ്ഞു വന്ന ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ മെയിൻ എന്താണ് നമ്മുടെ ഉദ്ദേശം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോ ആപ്ലിക്കേഷൻ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, യൂട്യൂബ് സ്റ്റുഡൻസ് ആയിക്കോട്ടെ, വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലോകത്തിലെ സമ്പന്നരുടെ സുപ്രീം ബിസിനസ് ആണ്. അപ്പൊ പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ജോലി ചെയ്യുകയാണെങ്കിലും ബുദ്ധിമുട്ടാ. 10ഉം 12 മണിക്കൂർ പണിയെടുക്കണം അല്ലെ? വർഷങ്ങളോളം പ്രവാസിയായിട്ട് അവിടെ കിടന്നുറങ്ങണം. അതുപോലെ തന്നെ നാട്ടിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടാണ് പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ബിസിനസ് ചെയ്താൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് അല്ലെ? സ്റ്റോക്ക് മാർക്കറ്റ് അത്ര ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഇല്ല. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താ? നമ്മൾ പഠിക്കുന്നില്ല, പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഇവിടെ നമുക്ക് പഠിക്കാൻ ഭയങ്കര മണി ഇമോഷനാണ്. എനിക്ക് നിങ്ങൾക്കൊക്കെ അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അല്ലാതെ നമുക്ക് പൈസ കിട്ടണം. അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ പോയതുകൊണ്ടാണ് നമ്മുടെ പൈസ മൊത്തം പോയത്. എനിക്ക് നിങ്ങൾക്കും അങ്ങനെയാണ് പോയത്. അത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക. ഇവിടെ മെയിൻ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ, ട്രേഡ് ചെയ്യുന്നത് പോലും എന്തിനാണ്? സ്ഥിര വരുമാനം ഉണ്ടാക്കിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് എണ്ണം കൂട്ടുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഏറ്റവും വലിയ ലോക സമ്പന്നന്മാരിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 80% ആളുകളും സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡേഴ്സ് അല്ല, അവർ ഇൻവെസ്റ്റേഴ്സ് ആണ്. അതിപ്പോ വോറൻ ബഫറ്റ് ആയാലും ശരി, മറ്റേ നമ്മുടെ ഒരുപാട് ഏതൊരു ആളായാലും ശരി, ഇൻവെസ്റ്റേഴ്സ് ആണ്. അപ്പൊ കമ്പനി സ്റ്റോക്കില് നമ്മുടെ ഹോൾഡിങ്സ് കൂട്ടുക, നമ്മുടെ ഷെയർ, അതായത് ഷെയറിന്റെ എണ്ണം കൂട്ടിക്കൊണ്ട് സ്ഥിര വരുമാനമായ ഡിവിഡൻഡ് ഇൻകം, അത് 100% സേഫ് ആണ്, സെക്യൂർഡ് ആണ്. അതായത് നമ്മൾ ഒരു റിസ്ക് എടുക്കേണ്ട. ഇതുപോലെ ഫിസിക്കലി ചാർട്ടുകൾ നോക്കിക്കൊണ്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യേണ്ട. നമുക്ക് സ്ഥിര വരുമാനമായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് വരുന്നതാണ് എന്ത്? ഡിവിഡൻഡ് ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്നാമത് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് പണം കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ താൽക്കാലിക ഇൻവെസ്റ്റ്മെന്റ് നമ്മളെ തലച്ചോറിൽ പഠിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ട് പൈസ ഉണ്ടാക്കിയതിനു ശേഷം നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാതെ സ്റ്റോക്കിലും ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ മാക്സിമം നമ്പർ ഓഫ് ഷെയർ കൂട്ടുക എന്നുള്ളതാണ് ഇവിടെ നമ്പർ 1 എന്ന് പറയുന്നത്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റിന് മാത്രമാണ് നമ്മൾ കംപ്ലീറ്റ്ലി ഫണ്ടമെന്റൽ ഉപയോഗിക്കേണ്ടത്.
ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും ട്രേഡിങ്ങിന് എന്താണ്, ട്രേഡിങ്ങിന് കംപ്ലീറ്റ് ടെക്നിക്കൽ അനാലിസിസ് ആണ്. അതിന്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ മുമ്പോട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതൊക്കെ സ്റ്റോക്കുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? സ്വാഭാവികമായിട്ടും സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ഇപ്പം പാടില്ല. ഇപ്പൊ നമ്മൾ എഡ്യൂക്കേഷൻ തരുന്നുണ്ടെങ്കിൽ ഇതിന് 3 മാസം മുമ്പേ നടന്ന കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് പറയണം. അപ്പൊ എങ്കിൽ കൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. നമ്മളിവിടെ വന്നിരിക്കുന്ന പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് പ്രീമിയം ലാർജ് ക്യാപ് സെക്ടർ ലീഡർ. പബ്ലിക് മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹൈലി ബിസിനസ് ചെയ്യുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന, നമുക്കറിയാവുന്ന ഹൈലി ഡിമാൻഡ് ആയിട്ടുള്ള FMCG, ഫാർമ, ഓട്ടോ, IT, അതുപോലെ ഫിനാൻസ്, ഇങ്ങനെ കണ്ട സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ട്രേഡ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം. ട്രേഡ് ചെയ്ത് നിങ്ങൾ പ്രൊഫഷണൽ മാനുള്ള സ്റ്റോക്ക് ട്രേഡിംഗ് പഠിച്ചു കഴിഞ്ഞാൽ, പ്രീമിയം കണ്ടന്റുകൾ എടുത്ത് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരാൾ അണ്ടറിൽ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, ആ കിട്ടുന്ന ലാഭം കൊണ്ട് നിങ്ങൾ 50%, 70% നമുക്ക് ഉപയോഗിക്കാം. ബാക്കിയുള്ള 30% മാക്സിമം സ്റ്റോക്കുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ട് ഈ ഏറ്റവും പെട്ടെന്ന് റിച്ചസ്റ്റ് ആവാനുള്ള ഒരേ ഒരു വഴി ഇൻവെസ്റ്റ്മെന്റ് ആണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ സ്റ്റോക്ക് സെലക്ഷൻ എങ്ങനെയാ ചെയ്യേണ്ടത്? നമ്മൾ പഠിച്ച പ്രീമിയം ഫണ്ടമെന്റൽ അനാലിസിസ്, അതായത് യൂട്യൂബിലൂടെ പഠിച്ചാലും ശരി, നിങ്ങൾ കണ്ടന്റ് വീഡിയോസിലൂടെ പഠിച്ചാലും ശരി, ആ പ്രീമിയം കണ്ടന്റ് വെച്ചുകൊണ്ട്, ഫണ്ടമെന്റൽ അനാലിസിസ് വെച്ചുകൊണ്ട് മാത്രമാണ് നിങ്ങൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. അവിടെ നിങ്ങൾ ഒരിക്കലും ടെക്നിക്കൽ ഉപയോഗിക്കാൻ പാടില്ല. ക്ലിയർ ആയല്ലോ? ഫണ്ടമെന്റൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുമല്ല, നമ്മളെ SIP ചെയ്യുന്ന സ്റ്റോക്കുകളുടെ എല്ലാ കമ്പനികളുടെയും ഫണ്ടമെന്റൽ അനാലിസിസ് നിർബന്ധമായിട്ടും ഇടക്കിടക്ക് ചെയ്തു നോക്കുക, ഫ്രീ ആയിരിക്കുന്ന സമയത്ത്. ഓക്കെ. അതൊക്കെ നമുക്ക് മെയിലൊക്കെ വരും. ഈ കൂടെ NSE ഡാറ്റയും സ്ക്രീനറും ടിക്കർ ടാപ്പൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് നോക്കുക. ഓക്കെ. അപ്പോ ഇവിടെ പല ആളുകൾക്കും പല സംശയമാണ്, നമ്മൾ എത്ര സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം? തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഹൈലി സേഫ് ആൻഡ് സെക്യൂർഡ് ആണ്. നമ്മുടെ എഡ്യൂക്കേഷൻ ബാധകമല്ല. അതിന് നിങ്ങൾ ടെക്നിക്കൽ അനാലിസിസ് പഠിക്കണ്ട, പ്രീമിയം കണ്ടന്റുകൾ പഠിക്കണ്ട, പ്രാക്ടീസ് ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. നിങ്ങളൊരു 7ാം ക്ലാസ് എന്താ പറയാ പഠിച്ച ആളാണെങ്കിൽ പോലും നമുക്കൊരു സെറോദ പോലുള്ള ഡിമാറ്റ് അക്കൗണ്ട് എടുത്തുകൊണ്ട്, ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തുകൊണ്ട്, അതിന് ചെറിയ പ്രൊസീജിയർ ഉണ്ട്. സെറോദ എന്ന് പോയി കഴിഞ്ഞാൽ മൊബൈൽ നമ്പറുടെ അക്കൗണ്ട്, അതിനുശേഷം നമുക്ക് ബാങ്കിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ബാങ്കിൽ നിന്ന് അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് സ്റ്റോക്കുകൾ ബൈ ചെയ്യാം. ആ ബൈ ചെയ്ത് കഴിഞ്ഞാൽ അത് NSDL-ന്റെയോ CDSL-ന്റെയോ കയ്യിലുണ്ടാവുക. സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലുള്ള നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അത് ആ 1000 ടൈം, നമ്മളിപ്പോ 1 കോടി ഷെയർ ഉണ്ട്, അതുണ്ടെങ്കിൽ അത് NSDL, സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ് ഉണ്ടാവുക, അത് ബ്രോക്കറുടെ കയ്യിലല്ല. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഏത് തരം സ്റ്റോക്കുകളിലാണ്, എത്ര സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അങ്ങനെ ഒത്തിരി സുഹൃത്തുക്കൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് അല്ലെ? തീർച്ചയായിട്ടും സുഹൃത്തുക്കളെ, ഇവിടെ സ്റ്റോക്കിന്റെ എണ്ണം കൂട്ടുക എന്നുള്ളത്, അത് സുപ്രീം ലെവലുള്ള സ്റ്റോക്ക് ആയിരിക്കണം. ക്ലിയർ ആയല്ലോ? അതിന്റെ വില കൂടുന്നോ കുറയുന്നോ എന്നുള്ളതല്ല. നിങ്ങൾ എന്ത് ജോലി ചെയ്ത്, പാർട്ട് ടൈം ആയാലും, പാട്ട് പാടാൻ അറിയോ, എന്താ പറയാ, നമുക്ക് എന്ത് എക്സ്ട്രാ ജോബ്സ് അറിയോ, അതൊക്കെ ചെയ്തുകൊണ്ട്, ഇപ്പൊ യൂട്യൂബ് വരുമാനം അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും വരുമാനം, നമ്മുടെ അഡീഷണൽ അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് മാക്സിമം വരുമാനം ഉണ്ടായിക്കൊണ്ട് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളാലാവുന്ന, നമ്മളെപ്പോലെ ഹൈലി എഡ്യൂക്കേറ്റഡ് അല്ലാത്ത അല്ലെങ്കിൽ ഒരു സ്കില്ലല്ലാത്ത സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി എന്ന് പറയുന്നത്, മാക്സിമം നിങ്ങളുടെ സ്റ്റോക്കിന്റെ എണ്ണം കൂട്ടുക എന്നുള്ളത്. അതിന്റെ വില ഒരിക്കലും നോക്കരുത്. കാരണം ആ വില നമുക്കൊന്നും തരുന്നില്ല. അത് ട്രേഡേഴ്സിനാണ് വില ലാഭം കൊടുക്കുന്നത്. നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സ്റ്റോക്കിന്റെ എണ്ണം, ഇപ്പൊ ഞാൻ പറഞ്ഞ ഉദാഹരണത്തിന് 1,00,000 ഷെയർ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഡിവിഡൻഡ് വരിക. 1,00,000 ഷെയർ ഉണ്ടെങ്കിൽ 25 ലക്ഷം വരും എന്ന് പറഞ്ഞാൽ അതൊരു എക്സാമ്പിൾ ആണ്. അങ്ങനെ ഇങ്ങനെ ഇമാജിൻ ചെയ്യുക, എന്റെ കയ്യിൽ 1,00,000 രൂപ ഷെയർ ഉണ്ട്, ഞാൻ സമാധാനത്തിൽ ജീവിക്കുന്നു, എനിക്ക് 25 ലക്ഷം രൂപ വരുമാനം വരുന്നുണ്ട്, ഞാൻ എന്റെ ഫാമിലി ആയിട്ട് റിട്ടയർമെന്റ് അടിച്ചു പൊളിക്കുന്നു. അല്ലെങ്കിൽ റിട്ടയർമെന്റിനൊന്നും പോകേണ്ട ആവശ്യമില്ല സുഹൃത്തെ. അതൊരു 20, 22 വർഷത്തിൽ, 22ാം വയസ്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ 27ാമത്തെ വയസ്സ്, 2-3 വർഷം കഴിയുമ്പോൾ നല്ല ഇൻവെസ്റ്റ്മെന്റ് വരും, നല്ല ഇൻകം, ഡിവിഡൻഡ് ഇൻകം വരും. അതിനാണ് നമ്മൾ പറയുന്നത്, മുഹമ്മദ് അൻവർ സാർ ചെയ്ത പോലെ 100 സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വിടലല്ല. അദ്ദേഹത്തിന് പിന്നെ 30 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇത് 2.5 കോടി ഷെയർ ആയത്. 100 ഷെയറിൽ നിന്നും 2.5 കോടി ഷെയർ ആയ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അല്ലെ നമ്മൾ അങ്ങനെ വിടുന്നുണ്ട് 100 സ്റ്റോക്ക്? ഒരിക്കലല്ല. നമ്മൾ ഈ മാസം 100 വാങ്ങിയാൽ അടുത്ത മാസം 100 വാങ്ങും, അതിന്റെ അപ്പുറത്തെ മാസം 200 വാങ്ങും, അതിന്റെ അപ്പുറത്തെ മാസം 300 വാങ്ങും. അങ്ങനെ നിങ്ങളാലാവുന്ന മാക്സിമം പൈസ സ്റ്റോക്കിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ, അതായത് നമ്പർ ഓഫ് ഷെയർ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഡിവിഡൻഡ് ഇൻകം കൂടും. അപ്പൊ നിങ്ങളെ സ്കില്ലഡ് ഉള്ള ആളാണെങ്കിൽ 1,00,000 ഷെയർ നിങ്ങൾക്ക് പെട്ടെന്നാക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ ഒരൊറ്റ ടാർഗറ്റിന് വേണ്ടി നമ്മളിവിടെ ട്രേഡ് ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും ട്രേഡിംഗ് പാർട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോ തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിന് അത് മനസ്സിലായിട്ടുണ്ടാവില്ല എന്തിനാണ് പറയുന്നത്. മാക്സിമം നിങ്ങളിപ്പോ ഒരു ദിവസം 50,000 ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ, തീർച്ചയായിട്ടും 1,00,000 ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഒക്കെ അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, അത് നിങ്ങൾ താൽക്കാലം ജോലി ചെയ്തിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കുന്നില്ലേ, അതുപോലെ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ട്രേഡ് ചെയ്ത് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പ്രോഫിറ്റ് പരിപാടിയ FNO ട്രേഡിംഗില്ല, മാർജിനിൽ. അതുപോലെ തന്നെ സ്റ്റോക്സിലും. അങ്ങനെ നമ്മുടെ സ്കിൽ അനുസരിച്ച് ട്രേഡ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് തട്ടുക എന്നുള്ളത്, അത് അവിടെ മേടിച്ചിട്ട പരിപാടി കഴിഞ്ഞു. അതാണ് നിങ്ങളുടെ സ്ഥിര വരുമാനം. ജോലിയേക്കാൾ വലിയ സ്ഥിര വരുമാനമാണ് ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് വരുന്ന ഡിവിഡൻഡ്. അപ്പൊ അതിന്റെ
എമൗണ്ട് കൂടുതൽ. ഇപ്പൊ രൂപ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വരുന്നത് എത്ര 2.5 കോടി രൂപയാണ് ഒരു വർഷത്തിലേക്ക് വരുന്നത് അല്ലെ. അപ്പൊ അതുപോലെ നമ്മുടെ സ്റ്റോക്കിന്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു രൂപ എന്ന് പറയുന്നത് എന്താണ്? 2.5 കോടി രൂപ ഒരു വർഷത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യും? ഡിവിഡൻഡ് വരും. വിപ്രോന്റെ കഥ ഞാൻ പറയുന്നത്. അപ്പൊ വിപ്രോ എന്നല്ല, ഐ ടി സിക്ക് അത്ര വാല്യുവേഷൻ ഉള്ള ഒരിക്കലും അല്ല. അതൊക്കെ ബോണസ് സ്പ്ലിറ്റിലൂടെയാണ് ചെറിയ ചെറിയ എമൗണ്ട് ആയിട്ട് വരുന്നത്. ഇപ്പൊ റെഡ്ഡീസ് ലാബ് നമ്മൾ കണ്ടു, റിലയൻസ് കണ്ടു, ഇപ്പൊ റീസെന്റ് മറ്റുള്ള ലാർജ് ക്യാപ് പ്രീമിയം സ്റ്റോക്കുകളൊക്കെ ഇത്രയും ചീപ്പസ്റ്റ് ആയിട്ട് കിട്ടുന്ന സ്റ്റോക്കുകൾ കംപ്ലീറ്റ് ബോണസ് സ്പ്ലിറ്റിലൂടെ അവരത് എന്തിനാണ് നമ്മുടെ പോലുള്ള സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന പ്രൈസിലേക്ക് സ്പ്ലിറ്റിലെയും ബോണസോടെയും വില കുറച്ച് കൊണ്ടുവരികയാണ്. മനസ്സിലാവുന്നല്ലോ. അപ്പൊ നെസ്ലെ എന്ത് എത്രയായിരുന്നു? 25,000 രൂപയായിരുന്നു. 500-ൽ നിന്ന് 25,000 പോയി, അവിടുന്ന് വീണ്ടും 2,500 വന്നു അല്ലെ. അത് ആസ് സൂൺ ആസ് പോസിബിൾ തിരിച്ചു വീണ്ടും 25,000-ലേക്ക്. അപ്പൊ അവിടെ ഒക്കെ നമ്മൾ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വാരിക്കൂട്ടുക എന്നാ പറയുക. ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. FN ഒക്കെ ചെയ്തിട്ട് വാരിക്കൂട്ടി അതൊരു സൈഡിലായി കഴിഞ്ഞാൽ തീർന്നു. പിന്നെ നമ്മളെ ഫിസിക്കലായിട്ട് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, ട്രേഡ് ചെയ്യൊന്നും വേണ്ട. നമ്മുടെ ഡിവിഡൻഡ് ഇങ്ങോട്ട് നേരിട്ട് ബാങ്ക് അക്കൗണ്ടിൽ വരും അല്ലെ. അപ്പൊ അതിനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. ഇതാണ് നമ്മുടെ ലക്ഷ്യം. മനസ്സിലാകുന്നല്ലോ. അപ്പൊ ഈ യൂട്യൂബിലൂടെ പഠിച്ച സുഹൃത്തുക്കളായാലും നമ്മുടെ ആപ്ലിക്കേഷൻ പഠിച്ച സുഹൃത്തുക്കളായാലും ആപ്ലിക്കേഷനിലൂടെ പഠിക്കുന്നത് എന്താണ്? ട്രേഡിങ്ങിന് വേണ്ടിയിട്ടാണ്. മസ്റ്റായിട്ട് പഠിക്കുക. എവിടുന്ന് വെച്ചാൽ പഠിക്കുക. പഠിച്ചുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഇൻകം വർദ്ധിപ്പിക്കുക. അതിനുശേഷം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതൊക്കെ ജോലി ആയിക്കോട്ടെ പ്ലസ് ട്രേഡിംഗ് ആയി. അപ്പൊ അതിൽ തന്നെ എത്ര സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യണം എന്നുള്ളത് നമ്മുടെ കൺഫ്യൂഷൻ ഉള്ള സുഹൃത്തുക്കൾ ഒരുപാട്. പ്രിയപ്പെട്ട സുഹൃത്തെ, വെറും 4 ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഗോൾഡൻ അക്കൗണ്ട് എന്നാണ് അറിയപ്പെടുക. അതെപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് വെക്കും. ഓക്കെ. അതൊരിക്കലും മ്യൂച്വൽ ഫണ്ടിൽ ETF അല്ല ചെയ്യേണ്ടത്. നേരിട്ട് സ്റ്റോക്കുകളിൽ ചെയ്യണം. 4 സ്റ്റോക്കുകളാണ് മാക്സിമം, മിനിമം 4 സ്റ്റോക്കുകൾ എടുക്കുക. 4 ഡിഫറെന്റ് സെക്ടറിൽപ്പെട്ട. അതുപോലെ തന്നെ മാക്സിമം 6 സെക്ടറിൽപ്പെട്ട 6 സ്റ്റോക്കുകൾ എടുക്കുക. അപ്പൊ അതിനൊരു എക്സാമ്പിൾ, അത് നമ്മൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാൻ പാടില്ല. നമ്മൾ പ്രീമിയം ഫണ്ടമെന്റലും ടെക്നിക്കലൊക്കെ പഠിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ ഉപയോഗിക്കേണ്ട ഫണ്ടമെന്റലിനെ കുറിച്ചുള്ള ബേസ് ഐഡിയ ഞാൻ അവിടെ തന്നിട്ടുണ്ടായിരുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മിനിമം 4 സെക്ടർ, 4 സ്റ്റോക്ക്. ഒരു ഉദാഹരണം ഇവിടെ പറയുകയാണെങ്കിൽ നമുക്ക് അതിൽ പല ഗ്രേഡ് ഉണ്ട് അല്ലെ. പല ഗ്രേഡിൽപ്പെട്ട സ്റ്റോക്കുകൾ. ഇപ്പൊ നിങ്ങൾ ലോ ബജറ്റ് ഉള്ള ആളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ITC, അതുപോലെ തന്നെ ITC എന്ന് പറഞ്ഞാൽ എന്താണ്, ഏകദേശം 500 റേഞ്ചിൽ വരുന്നതാണ്. അതുപോലെ തന്നെ സൺഫാർമ ഒരു 1000 റേഞ്ചിൽ വരുന്നതാണ്. അതിനുശേഷം നമുക്ക് IT-യിൽ നിന്ന് വിപ്രോ എടുക്കാം. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ശരിയായ പ്രശ്നമുള്ള ആളുകൾക്ക് പറ്റില്ല. പറ്റുന്ന ആളുകൾക്ക് റെക്ടോ അല്ലെങ്കിൽ റെക് ലിമിറ്റഡോ അല്ലെങ്കിൽ HDFC ബാങ്ക്, HDFC AMC അതുപോലുള്ള സ്റ്റോക്ക് എടുക്കാം. അതുപോലെ തന്നെ അഞ്ചാമത്തത് IOC എടുക്കാം. ഓക്കെ. അതുപോലെ തന്നെ അതുപോലെ ഐഷർ മോട്ടോഴ്സ്, ബജാജ്, മാരുതി ഇതുപോലുള്ള ഓട്ടോ സെക്ടർ എടുക്കാം. ഓക്കെ. അപ്പൊ ഇങ്ങനെ 3-4 സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ 4 സെക്ടറോ അല്ലെങ്കിൽ 6 സെക്ടറോ, ഓക്കെ, നിർബന്ധമായിട്ട് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന FMCG, ഫാർമ, IT, ഫിനാൻസ്, അതുപോലെ തന്നെ ഓട്ടോ, ഓയിൽ ആൻഡ് ഗ്യാസ്. ഇവിടെ ഞാൻ സെക്ടർ ചെയ്തില്ല. IOC ഓയിൽ ആൻഡ് ഗ്യാസ് പെടുന്ന, മറ്റേ യൂട്ടിലിറ്റീസ് പെടുന്നതാണ്. അങ്ങനെ നിരവധി സെക്ടറുകളുണ്ട്. ഞാനൊരു ഉദാഹരണം പോലെ എഴുതിയതാണ്. തീർച്ചയായും നമ്മുടെ ഫണ്ടമെന്റൽ വെച്ചുകൊണ്ട് നിങ്ങൾ അനാലിസിസ് ചെയ്തുകൊണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. സ്വന്തമായിട്ടുള്ള സെലക്ഷൻ ആണ്. അപ്പൊ ഇവിടെ ഞാൻ പറയുന്നത് ഒരിക്കലും 6ന്റെ മുകളിലോട്ടൊന്നും സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. കാരണം ഈ 6 സ്റ്റോക്ക് കമ്പനി സ്റ്റോക്കുകളിൽ ബാലൻസ്ഡ് ഇതാണ്. കാരണം ഡിഫറെന്റ് സെക്ടറാണ്. അത് ഹൈലി ഫാസ്റ്റ് സെക്ടറാണ്. മാത്രമല്ല പബ്ലിക് മാർക്കറ്റിൽ ഹൈലി ഡിമാൻഡ് ആയിട്ടുള്ള, ഇപ്പൊ HULന്റെ പ്രൊഡക്റ്റ് നമുക്കറിയാം, ITCന്റെ പ്രൊഡക്റ്റ് നമുക്കറിയാം, നെസ്ലയുടെ പ്രൊഡക്റ്റ് നമുക്ക് അറിയുന്നതായിരിക്കണം, നമ്മൾ വാങ്ങി യൂസ് ചെയ്യുന്നതായിരിക്കണം. നമ്മുടെ കോമൺ സെൻസും ഫണ്ടമെന്റലും ഒക്കെ കൂടി അനാലിസിസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത് വാങ്ങുന്നത്. അപ്പൊ IT, ഫാർമ, സോറി, അതെ, ഈ FMCG, ഫാർമ, IT, ഫിനാൻസ്, ഓട്ടോ, അത് ഓട്ടോ കഴിഞ്ഞാൽ എന്താണ്, ഓയിൽ ആൻഡ് ഗ്യാസ്, അങ്ങനെ നിരവധി സെക്ടറുകളുണ്ട് അല്ലെ. അങ്ങനെ 5-6 സ്റ്റോക്കുകളിൽ, ഈ 6 സ്റ്റോക്കിലും മാക്സിമം നമ്മുടെ ഫ്രീ ക്യാഷുകൾ കൊണ്ട് സ്റ്റോക്കുകൾ ബൈ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നത്. അത് ഒരിക്കലും ട്രേഡ് പർപ്പസിൽ കാണരുത് സഹോദര. അത് എന്ന് പറയുന്നത് ലൈഫ് ലോങ്. അതായത് ഇപ്പൊ നമ്മൾ 70 വയസ്സുണ്ടെങ്കിൽ 70 ഇപ്പൊ ഞാനിപ്പോ ഒരു 25 വയസ്സിൽ നിന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 30 വയസ്സാകുമ്പോഴത്തേന് തന്നെ നമ്മുടെ എണ്ണം കൂടുകയാണെങ്കിൽ, ഇപ്പൊ സപ്പോസ് നിങ്ങൾ 5,000 രൂപയുടെ SIP ആണ് ചെയ്യുന്നത് 25-ാമത്തെ വയസ്സിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് 1-2 വർഷം കഴിയുമ്പോൾ നല്ല, കാരണം നിങ്ങൾ 5,000 രൂപയുടെ ചെയ്ത് നിങ്ങൾ മാക്സിമം അടുത്ത മാസം 10,000 രൂപയുടെ ചെയ്ത്, അടുത്ത മാസം 15,000 രൂപ ചെയ്ത്, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 2-3 വർഷം കൂടുമ്പോൾ നമ്മുടെ ഡിവിഡൻഡ് ഹ്യൂജ് ആയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ട്രേഡ് ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റും അല്ലാതെ നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ ഇൻകം ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റിനാണ് നമ്മളിപ്പോ ഇവിടെ ഇതൊക്കെ പഠിച്ച് ചെയ്യുന്നതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ നിർബന്ധമായിട്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ സ്റ്റോക്കിന്റെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. അതിപ്പോ നമ്മുടെ പ്രീമിയം സ്റ്റുഡന്റ് ആയാലും ശരി, യൂട്യൂബിലെ സ്റ്റുഡൻസ് ആയാലും ശരി, ട്രേഡിംഗ് ഒരിക്കലും പഠിക്കാതെ ചെയ്യരുത്.
ഇതിനുള്ള ഫണ്ടമെന്റൽ ബേസ്മെന്റ് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് മാർക്കറ്റ് കൊണ്ടുള്ള നമ്പർ വൺ. ലോകസമ്പന്നരിൽ 80, 90, 100% ആളുകൾ ആരാണ്? ഇൻവെസ്റ്റേഴ്സ് ആണ്. അവരുടെ പ്രധാന വരുമാനം എന്താണ്? ഡിവിഡന്റ് ഇൻകം. അപ്പൊ എസ് ഐ പി ഇൻവെസ്റ്റ്മെന്റ് സ്ഥിരമായി തുടർന്നുകൊണ്ടിരുന്നാൽ മാത്രമേ വലിയ രീതിയിലുള്ള ഡിവിഡന്റ് പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റൂ. ഇപ്പൊ ഇത് നമ്മളിവിടെ കാണുന്നതാണ്. ഇത് വിപ്രോ ഇൻവെസ്റ്റ്മെന്റിന്റെ ഗ്രോത്ത് ആണ്. അതായത് മുഹമ്മദ് അറുപത് സാറിന്റെ കഥയാണ് പറയുന്നത്. 100 സ്റ്റോക്ക് ആയിരുന്നു അദ്ദേഹം മേടിച്ചിട്ടുണ്ടായിരുന്നത് 1980 അല്ലെ. ഇപ്പോ ഇത് 2010 വരെയുള്ള കണക്ക് പ്രകാരം, അതായത് ആ 100-ൽ നിന്ന് ഒരു ക്വാണ്ടിറ്റി എക്സ്ട്രാ മേടിച്ചിട്ടില്ല. ആ 100-ൽ നിന്ന് 2010 30 വർഷത്തെ ഹിസ്റ്ററിയാണ് അല്ലെ. 1980, 2000, 2010 എന്ന് പറയുമ്പോൾ 30 വർഷം കൊണ്ടാണ് അത് എന്തായത്? 96,000 ഷെയർ ആയത് അല്ലെ. അതല്ല, നമ്മുടെ പഠിച്ചതിൽ വേറെ ഉണ്ട്, നമ്മൾ പ്രീമിയം പ്രൈസ് ആക്ഷനിൽ വേറെയാണ് പഠിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും 2.5 കോടി ഷെയർ ആണത്. അതിന്റെ കാൽക്കുലേഷൻ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ എന്തോ ആയിക്കോട്ടെ, 2.5 കോടി ആയാലും 96 ആയാലും ആ 100-ൽ നിന്ന് മൾട്ടിപ്ലൈ വന്നാണ്. ഇവിടെ എന്താ കാണുന്നത്? ഇവിടെ ഞാൻ പറഞ്ഞു നമ്മൾ ബോണസിന്റെയും സ്പ്ലിറ്റിന്റെയും മാജിക് ആണ് നമ്മളിവിടെ കാണുന്നത് അല്ലെ. അപ്പൊ അദ്ദേഹം അത് വിൽക്കാൻ മേടിച്ചാണ്. ഒരിക്കലും ഇതുപോലെ നിങ്ങൾ വാങ്ങണം. കാരണം എന്താ, നമ്മളിപ്പോ 25 വയസ്സിൽ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് 100 ഇൻവെസ്റ്റ് ചെയ്യുക? ഒരിക്കലല്ല. ഈ മാസങ്ങൾ 100 മേടിച്ച് അടുത്ത മാസങ്ങൾ 200 മേടിക്കും, 300 മേടിക്കും. ആ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പൊ നല്ല നല്ല കണ്ടന്റ് പഠിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് പെട്ടെന്ന് പെട്ടെന്ന് പൈസ വരും. കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് പൈസ വരും. അപ്പൊ ഇതിങ്ങനെ ഓർഡർ ബേസിൽ ഇങ്ങനെ എന്താകണം, നമ്മൾ കൂട്ടി കൂട്ടി വരണം. അവിടെ 100 മേടിച്ചിട്ട് വിടലല്ല. നിങ്ങൾ എല്ലാ മാസവും SIP ആയിട്ട് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം, ഹ്യൂജ് ഡിവിഡന്റ് പെട്ടെന്ന് കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ സ്റ്റോക്ക് നമുക്ക് 1 ലക്ഷം IOC ആയി കഴിഞ്ഞ് 1 ലക്ഷം ITC ഉണ്ട്, 1 ലക്ഷം വിപ്രോ ഉണ്ട്, 1 ലക്ഷം, ഒരു ജസ്റ്റ് ഉദാഹരണം പറയാണ്. അങ്ങനെ 4 സ്റ്റോക്ക് ഗെയിലും ഉണ്ട്. നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ പൈസക്കാരനാണ് നിങ്ങൾ. കാരണം എന്ന് പറഞ്ഞാല് അത്രയും സ്റ്റോക്കിന്റെ ഡിവിഡന്റ് എത്ര എന്നുള്ള നമ്മൾ മുമ്പോട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. ബോധം പോകും നമ്മുടെ അല്ലെ. തീർച്ചയായിട്ടും 10 ലക്ഷം രൂപ വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ 40 ലക്ഷം രൂപ നിങ്ങളുടെ വരുമാനമാണ്. 1 ലക്ഷം ഷെയറിന് 10 ലക്ഷം രൂപ വെച്ച്, ഒരു എക്സാമ്പിൾ പറയാണ്, 40 ലക്ഷം രൂപ ഒരു വർഷം വരുമാനമാണ്. അത് നേരെ ഡിവൈഡ് ചെയ്ത് 12 ഒരു മാസത്തേക്ക് ആയി കഴിഞ്ഞാൽ എത്ര ലക്ഷം രൂപയായി അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഇതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. അപ്പൊ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് പോലും എന്തിനാണ്? ഇതിലോട്ട് മാക്സിമം എണ്ണം കൂട്ടുക മാസത്തിൽ എന്നുള്ള. അപ്പൊ നിങ്ങൾ 5,000-ന് ചെയ്യുന്നാലും ശരി, 50,000-ന് ചെയ്യുന്നാലും ശരി, 5 ലക്ഷത്തിന് ചെയ്യുന്നാലും ശരി, അത് മാക്സിമം കൂട്ടി കൂട്ടി വരിക എന്നുള്ളതാണ് നമ്മുടെ ഈ സ്റ്റഡി കൊണ്ടുള്ള മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. ഈ ട്രേഡിംഗ് എന്ന് കേൾക്കുമ്പോൾ ചില ആൾക്കാർ ഭയങ്കര ഇറിറ്റേഷൻ. കാരണം ഒരു ടെക്നിക്കൽ എന്നൊക്കെ ഭയങ്കര ഇത് വളരെ സിമ്പിൾ ആണ്. വെറും ചുരുങ്ങിയ ക്യാൻഡൽസ് കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ, ട്രേഡിംഗ് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് കൂട്ടുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മുടെ പ്രീമിയം സ്റ്റുഡൻസ് ആയാലും ശരി, യൂട്യൂബ് സ്റ്റുഡൻസ് ആയാലും ശരി, ലക്ഷ്യമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പൊ സീരിയസ് തന്നെ ചെയ്ത എന്താണ്, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന ലോക സമ്പന്നരുടെ സുപ്രീം ബിസിനസ്സിൽ, മനസ്സിലാവുന്നുണ്ടോ? ഇൻവെസ്റ്റ്മെന്റ് ട്രേഡിംഗിൽ കൂടുതൽ പേരും പരാജയപ്പെടുന്നതിന് പ്രധാന കാരണം 2 ഇമോഷൻ കൊണ്ടാണ് എന്ന് നമ്മുടെ പ്രീമിയം സ്റ്റുഡൻസ് പഠിച്ചിട്ടുണ്ട്. അല്ലാതെ ഇപ്പൊ യൂട്യൂബ് സ്റ്റുഡൻസിന് ഞാൻ ഒരുപാട് കാര്യങ്ങളോട് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. മാർക്കറ്റിനെ കുറിച്ചുള്ള പ്രീമിയം പഠനങ്ങളിൽ കാണിക്കുന്ന മണി ഇമോഷൻ, അത് എവിടുന്ന് ആയിക്കോട്ടെ, വാലിഡ് കണ്ടന്റ് ആണെങ്കിൽ തീർച്ചയായും ഞാൻ നമ്മളൊരു ലക്ഷങ്ങളുടെ കണ്ടന്റ് ഉണ്ട് അല്ലെ. അപ്പൊ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? തീർച്ചയായിട്ടും നമ്മൾ പഠിച്ച അക്കൗണ്ടിങ് വലിയ പൈസ കൊടുത്ത് പഠിച്ച, IT വലിയ പൈസ കൊടുത്ത് പഠിച്ചാണ്, ഡോക്ടർ വലിയ പൈസ കൊടുത്ത് പഠിച്ചാണ്, മാർക്കറ്റ് നമ്മൾ യൂട്യൂബിലൂടെ പഠിച്ചാണ്. അതെന്തുകൊണ്ടാ സഹോദര? അതിനേക്കാൾ വലിയ പ്രൊഫഷൻ അല്ലേ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ. കാരണം ഈ FMC ഫാർമ കമ്പനികള്, അതായത് ഫാർമ കമ്പനികള്, FMCG കമ്പനികള്, ലോകത്തെയും ഇന്ത്യയെയും ഭരിക്കുന്ന, പബ്ലിക് മാർക്കറ്റ് ഭരിക്കുന്ന കമ്പനികള്, അത് കഴിഞ്ഞിട്ടല്ലേ താഴോട്ട് വരുന്ന ജോബ്സ് ഒക്കെ. അവരെ ഏകദേശം ഇതിൽ വരുന്നല്ലേ. അപ്പൊ ലോകോത്തര കമ്പനികളും ലോകോത്തര സമ്പന്നന്മാരുടെയും അണ്ടറിലാണ് നമ്മളൊക്കെ വരുന്നത്. അപ്പൊ ആ ബിസിനസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആ രീതി പഠിക്കണ്ടേ? അത് യൂട്യൂബിൽ നിന്ന് പഠിച്ചിട്ട് നമ്മള് അക്കൗണ്ടിങ്ങും മറ്റേ IT ഒക്കെ നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് ഇപ്പൊ വലിയ കണ്ടന്റുകൾ എടുത്ത് പഠിച്ചു. അപ്പൊ വാലിഡ് കണ്ടന്റ് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ റേഞ്ചിൽ ചിന്തിക്കാനും വർക്ക് ചെയ്യാനും പറ്റുള്ളൂ മാർക്കറ്റിൽ. അതൊരു സത്യസന്ധമായ കാര്യങ്ങൾ ആരോട് ചോദിച്ചാലും അങ്ങനെ പറയും. ക്ലിയർ ആയല്ലോ. അപ്പൊ അതിന് നമ്മൾ ഈ വാലിഡ് കണ്ടന്റും വാലിഡ് സ്റ്റോക്കിന്റെയും, ഇപ്പൊ TCS നിങ്ങൾക്ക് 20 റുപ്യ കിട്ടും? ഒരിക്കലും കിട്ടുകയില്ല. ഇത് വാലിഡ് സ്റ്റോക്കാണ്. 4,000. ഇപ്പൊ നെസ്ലെ ഇന്ത്യ, അബോട്ട് ഇന്ത്യ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട് ഫാർമയിൽ വരുന്നത്. അബോട്ട് ഇന്ത്യ എന്ന് പറഞ്ഞാൽ 26,000 രൂപയാണ്. യുക്തിയുള്ള ആൾ ഒരു സ്റ്റോക്ക് മേടിക്കും. അത് ഒരു മാസം ഒരു സ്റ്റോക്ക് മേടിച്ചു കഴിഞ്ഞാൽ വലിയ കോടീശ്വരനാവും ചില്ലറ സമയം കൊണ്ട്. കാരണം എന്താ, അതിന്റെ വാല്യുവേഷൻ, നെസ്ലെ എന്ന് പറയുന്നത് 26,000 അബോട്ടിന്റെ 26,000. ആ സാധനം നിങ്ങൾക്ക് ഇപ്പൊ നെസ്ലെ സ്പ്ലിറ്റ് ആയി നോക്കണ്ട, ആ പ്രൈസ് ഉള്ള സമയത്ത് നമുക്ക് അത് 2,000 രൂപക്ക് നെസ്ലെ കിട്ടൂല. ഇപ്പൊ സ്പ്ലിറ്റ് ആയതുകൊണ്ട് 2,500 കിട്ടി ഒരു സ്റ്റോക്കിന്. ഓക്കെ, ഞാൻ പറഞ്ഞ അബൌട്ട് ഇന്ത്യ. ഇപ്പൊ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അത് സ്പ്ലിറ്റ്, അത് 25,000 വില ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കമ്പനിക്ക് വാല്യൂ ഉണ്ട് എന്നാണ് അവിടെ കാണിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ നല്ല കണ്ടന്റുകൾ നിങ്ങൾക്ക് ഇവിടെ പ്രീമിയം പ്രൈസ് ആക്ഷനും വെള്ളം ചേർത്തതും പ്രീമിയം ഒക്കെ കിട്ടും. അത് 100 രൂപക്കും കിട്ടും, 10 രൂപക്ക് സ്റ്റോക്ക് കിട്ടും, 10 രൂപക്ക് എഡ്യൂക്കേഷൻ കിട്ടും, അതുപോലെ തന്നെ 5 ലക്ഷത്തിന് എഡ്യൂക്കേഷൻ കിട്ടും, അതുപോലെ തന്നെ 5 ലക്ഷത്തിന്റെ സ്റ്റോക്ക് കിട്ടും. അപ്പൊ അതൊക്കെ എന്താണ്,
വാല്യുവേഷൻ അതായത് മൂല്യമുണ്ടെങ്കിൽ അതിന് വില കൂടുതലായിരിക്കും. മൂല്യം കുറവാണെങ്കിൽ അത് കുറവാണ്. അപ്പൊ നമുക്ക് മൂല്യമുള്ള പൈസ കിട്ടണമെങ്കിൽ, മാർക്കറ്റിൽ നിന്ന് കിട്ടണമെങ്കിൽ മൂല്യമുള്ള കണ്ടന്റ് പഠിക്കണം. മൂല്യത്തോടു കൂടി പ്രാക്ടീസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് അത് കിട്ടുള്ളൂ. സിമ്പിൾ അല്ലേ? പിന്നെ രണ്ടാമത്തെ ടൈം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. കാരണം എന്താ പറഞ്ഞാൽ ഈ മാർക്കറ്റിൽ വരുന്നതൊക്കെ 35, 45 ആയ ആളുകളാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഫാമിലി ഒക്കെ ഉള്ള ആളുകളാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പം ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പൈസക്കാണ് അവർ മാർക്കറ്റിൽ വരുന്നത്. പക്ഷെ അവര് ലംസമായിട്ട് സേവ് ചെയ്ത് വെച്ച പൈസ ട്രേഡിങ്ങിലും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടും അറിയാതെ ലോസ് ആക്കിയിട്ട് പെട്ട് കിടക്കുന്ന ആളുകളാണ്. ഈ 2020 24 വരെ ലോക്കായി കിടക്കുക ആളുകൾ. ഈ അവര് ഫാമിലി അണ്ടറിൽ, അതായത് ഫാമിലി ലീഡറാണ്. അതായത് ഒരു എന്താ നമ്മളെ രക്ഷിതാവാണ്. അത് സ്വാഭാവികമായിട്ടും മറ്റുള്ള കുട്ടികളുടെ കാര്യം 35, 45 റേഞ്ചിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ പെട്ടത്. ഇപ്പൊ ഇവര് യൂട്യൂബിലൂടെ ഇത് പഠിച്ച് ഇത്രയും മെച്യൂർ ആളുകൾ യൂട്യൂബിലൂടെ പഠിച്ചുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ആവശ്യത്തിന് നമുക്ക് ഇത് വേണം. പക്ഷെ മാർക്കറ്റിലെ രീതി അവർക്കറിയില്ല. മാർക്കറ്റിൽ ഒരിക്കലും മണി മോശം പാടില്ല എന്ന് പറയുന്നത് സത്യസന്ധമായ കാര്യം. അത് റിച്ച് ബിസിനസ് ആണ്. നമ്മളിപ്പോ കേരള സ്റ്റൈലിൽ നമ്മളിപ്പോ നമ്മുടെ ജീവിത ശൈലി, നമ്മുടെ വരുമാനത്തിന് ഒതുങ്ങിയുള്ള ജീവിതം, അതൊക്കെയാണ് നമ്മുടെ കേരള സ്റ്റൈല്. പക്ഷെ മാർക്കറ്റ് അങ്ങനല്ല സുഹൃത്തെ. മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിച്ചസ്റ്റ് ബിസിനസ് ആണ്. അപ്പൊ ആ റിച്ചസ്റ്റ് കണ്ടന്റുകൾ പഠിക്കാൻ റിച്ചസ്റ്റ് പൈസ കൊടുത്ത് പഠിച്ച് റിച്ച് ആയിട്ട് പ്രാക്ടീസ് ചെയ്താലാണ് അതിൽ നിന്ന് റിച്ച് ആയിട്ട് ഉള്ള വരുമാനം വരും. ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, ട്രേഡിംഗ് എന്താണെന്ന വ്യത്യാസം പോലും അറിയില്ലായിരുന്നു. അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കണ്ടന്റുകൾ പഠിച്ച് റിച്ച് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക്, അതിനൊക്കെ യുക്തിയുണ്ട്. ഞാൻ സർവേയിൽ പറയുന്നത് 35 മുതൽ 45 വയസ്സ് വരെയുള്ള ആളുകൾ ഈ അബദ്ധത്തിൽ പെട്ട് കിടക്കുന്നത്. 5-6 ലക്ഷം സ്റ്റോക്കുകൾ, 5-6 ലക്ഷം രൂപ സ്റ്റോക്കുകൾ പേഴ്സണലായിട്ട് എനിക്കറിയാം. ഒരുപാട് നമുക്ക് ഈ ഓഹരി വിപണി ഗ്രൂപ്പുകളിൽ 2 ലക്ഷം ആളുകൾ കാണാം. അതിൽ തന്നെ 30 വർഷമൊക്കെ ആയിട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അബദ്ധങ്ങൾ പറയുന്ന ആളുകൾ. കാരണം അവർക്ക് അറിയില്ല. അതാണ്, അവർ അന്വേഷിച്ചിട്ടില്ല, അവർക്കിട്ട് അറിയയില്ല. ഇപ്പൊ അവര് വലിയ കാരണവരായിട്ട് നടക്കുന്ന മനുഷ്യന്മാരാണ്, വലിയ ഫാമിലിയുടെ നേതാക്കന്മാരാണ്. പക്ഷെ എന്താണ്, അവർക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ ഈ വരുമാനം കഴിഞ്ഞിട്ടുള്ള സേവ് ചെയ്യണം എന്നൊക്കെ അറിയാം. പക്ഷെ അവർ സേവ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടിലാണ്, ട്രേഡ് ചെയ്യുന്ന എവിടെയാ, സ്റ്റോക്സിലാണ്. സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് അവർ ചെയ്യില്ല. അതെന്താണെന്ന് അവർക്ക് അറിയില്ല. അവർ ലോങ്സിങ്ങിനെ കൊണ്ടാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അവർ സ്വാഭാവികമായിട്ട് ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട്, അതായത് അത് SIP ആയിട്ട് 15 വർഷമൊക്കെ ചെയ്യുക. നേരിട്ട് സ്റ്റോക്കിൽ പ്യുവർ ഡയമണ്ട് ആയ സ്റ്റോക്ക് ചെയ്യാതെ മ്യൂച്വൽ ഫണ്ട് ചെയ്തുകൊണ്ട് സ്റ്റോക്കുകൾ അവർ ട്രേഡാണ് ചെയ്യുന്നത്. അങ്ങനെ ടെക്നിക്കൽ പ്രൈസ് ചാർട്ട് എഡ്യൂക്കേഷൻ ഇല്ലാതെ താഴോട്ട് പോവുകയാണ്. അതെന്തൊക്കെയോ നോക്കി ബൈ ചെയ്യുന്നു, എന്തൊക്കെയോ രീതി ട്രേഡ് ചെയ്യുന്നു. അതൊന്നും അല്ല സുഹൃത്തുക്കളെ. അതാണ് നമ്മുടെ പ്രശ്നം. പ്രാക്ടീസ് ചെയ്യാൻ, പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനും, അത് രണ്ടും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഫണ്ടമെന്റൽ അറിയായിട്ടോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുന്ന അറിയായിട്ടുള്ള ട്രേഡിംഗ് പരാജയപ്പെടുന്നത്. ട്രേഡിംഗിൽ എന്താണ്, ടെക്നിക്കൽ പ്രൈസ് ചാർട്ട് എഡ്യൂക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പരാജയപ്പെടുന്നത്. അതിന്റെ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലെ. പിന്നെന്താണ്, പഠിച്ച പ്രീമിയം പ്രൈസ് ആക്ഷൻ, എലിയോട്ട് വേവ്, ഇവ ഓക്കെ. ഇൻവെസ്റ്റ്മെന്റ് ട്രേഡിംഗ് എഡ്യൂക്കേഷനിലാണ് നമ്മൾ, പ്രീമിയം പ്രൈസ് ആക്ഷനിലാണ് വരിക. ബേസ് ഓഫ് വാല്യൂ വേവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ പ്രീമിയം സ്റ്റുഡന്റാണ് നോട്ട് എഴുതി പഠിക്കുക. മണി ഇമോഷൻ ഇല്ലാതെ, എന്താണ്, ടൈം ഇമോഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ടൈം ഇമോഷൻ, അതായത് നമ്മളിപ്പോൾ ഓൾറെഡി ജോലി ചെയ്യുന്ന ആളായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളും ആപ്ലിക്കേഷൻ പഠിച്ച സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ 3 മാസത്തേക്ക് യു എസ് നിന്നും സൗദിയിൽ നിന്നും ദുബൈയിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ദുബൈയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നമുക്കറിയാം. കാരണം അവർക്ക് സ്വാഭാവിക ജോലി കഴിഞ്ഞ് വന്ന് ആ ഫ്രീ ടൈമിൽ ഇരുന്നിട്ടാണ് നമ്മളിത് പഠിക്കുക. ഞാൻ പ്രവാസിയായിരുന്നു. ഞാൻ പഠിച്ച കഥ ഞങ്ങളോട് പറയുന്നത്, എന്റെ മാക്സിമം ടൈമിൽ 24 മണിക്കൂറിൽ 12 മണിക്കൂർ ജോലി ഉണ്ടെങ്കിൽ 6 മണിക്കൂറേ ഞാൻ ഉറങ്ങാറുള്ളൂ. 6 മണിക്കൂർ ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചാണ്. കാരണം എന്താ, പഠിച്ചത് പ്രാക്ടീസ് ചെയ്ത കാര്യമാണ് പറയാം നിങ്ങളോട്. ഇത്രയും ഡെഡിക്കേഷൻ കൊടുത്താൽ മാത്രമേ മാർക്കറ്റിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ പ്രീമിയം കണ്ടന്റുകൾ ജോലി കഴിഞ്ഞ് വന്ന് പഠിക്കുന്നുണ്ടേരം തീർച്ചയായിട്ടും അത് നോട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യാൻ ഒരിക്കലും മടി കാണിക്കുന്ന സുഹൃത്തുക്കൾ. നമ്മൾ എത്ര വലിയ മെച്യൂർ ആയാലും ശരി, മാർക്കറ്റൊക്കെ സുപ്രീം സംഭവമാണ്. അത് കഴിഞ്ഞിട്ട് എന്തുള്ളൂ ലോകത്ത്. അപ്പൊ ആ വാല്യുവേഷൻ നമുക്കറിയാത്ത ആ രീതി പഠിച്ചുകൊണ്ടാണ്. നമ്മുടെ കണ്ടന്റ് പഠിച്ച ആളുകൾക്ക് അതിനോടാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും അതിനും പറഞ്ഞു തന്നിട്ടുണ്ട്, ഇപ്പവും പറഞ്ഞു തരുന്നത്. അത് മറന്നു പോകാതിരിക്കാനാണ് ഈ വീഡിയോസിലൂടെ പറഞ്ഞു തരുന്നത്. എന്തായിട്ട് ഓർത്ത് വെക്കുക. ഹയർഡ്, അതായത് നമ്മൾ ബേസ് ആണ് അതിൽ പറഞ്ഞ പ്രീമിയം പ്രൈസ് ആക്ഷന്റെ. പ്രീമിയം പ്രൈസ് ആക്ഷൻ വെച്ചുകൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, ട്രേഡ് ചെയ്യാം, സൂപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ബേസ് ഓഫ് വേവ്സ് ഞാൻ അവിടെ പറഞ്ഞത് നിങ്ങൾക്ക് അതിന്റെ ഡയറക്ഷൻ മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. നോട്ട് ഹയർ ചാർട്ട്, ഹയർ എഡ്യൂക്കേഷൻ ആയ വേവ് തിയറി ഹൈലി കോംപ്ലിക്കേറ്റഡ് ആണ്. അത് കാണുന്ന പോലെ ഒന്നുമില്ല. നമ്മളപ്പോ ഇപ്പൊ 5 ഇമ്പൾസ് മുകളിലോട്ടും 5 ഇമ്പൾസ് താഴോട്ടും ഫണ്ടമെന്റൽ 500 ന്യൂസിനെ, ഡിഫറെന്റ് ആയിട്ടുള്ള ന്യൂസിനെ കവർ ചെയ്യുന്നു പറഞ്ഞു. പ്രൈസ് വേസ് കറക്ഷൻ പഠിച്ചു. റേഞ്ച്, അതായത് പ്രൈസ് വേസ്, ടൈം വേസ് കറക്ഷൻ, റേഞ്ച് മോഡലിൽ പ്രൈസ് വേസ് കറക്ഷൻ, സിഗ്സാക്ക്. പക്ഷെ അതിന്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഹൈലി കോംപ്ലിക്കേറ്റഡ്, തളിയെന്ന് കിളി പോകും. ആ ജാതി കണ്ടന്റ് ആണ് അതും മാസ്റ്റേഴ്സ്. അപ്പൊ അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആക്കണം. ഇത് വളരെ സിമ്പിൾ ആണ് പ്രീമിയം പ്രൈസ്. പക്ഷെ അത് പഠിച്ചാൽ വെറും 3 മാസം കൊണ്ട്, 1 മാസം പഠിച്ച് 3 മാസം, 2 മാസം പ്രാക്ടീസ്, 3 മാസം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ എവിടെ നിന്നായാലും, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഞാൻ ഇത് എടുത്ത് പറയുമ്പോൾ എന്റെ സ്റ്റുഡൻസിനോട് പറയുന്നതാണ്, പുറത്തുള്ള യൂട്യൂബിലുള്ള സ്റ്റുഡൻസ്
ഒരിക്കലും നിങ്ങൾ വില നോക്കാതെ നല്ല കണ്ടന്റുകൾ ഉണ്ടായി എവിടെ നിന്നാലും പഠിച്ച് ട്രേഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പൈസ കിട്ടുള്ളൂ. ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ക്ലിയർ ആയല്ലോ? സ്റ്റോക്കിന്റെ എണ്ണം കൂട്ടുക എന്നുള്ള. അപ്പൊ ട്രേഡിങ്ങിലോട്ട് വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദര, നമ്മൾ 1500 വീഡിയോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ 5 ലക്ഷം ഫണ്ടമെന്റൽ കാര്യകാരണങ്ങൾ, ന്യൂസ്, റിസൾട്ട്, ഇതിനൊക്കെ കവർ ചെയ്യുന്നതാണ് ഈ ഒരൊറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതെന്താണ്? ഇത് ഇൻഡെക്സ് ആണ്. അപ്പൊ ഇൻഡെക്സിൽ വേറെ, സ്റ്റോക്സിൽ വേറെ എന്നല്ല. ഇൻഡെക്സിൽ ചെയ്യുകയാണെങ്കിൽ പ്രീമിയം പ്രൈസ് ആക്ഷനും എന്താണ്, ഇൻവെസ്റ്റ്മെന്റിന് എന്താണ് നമ്മൾ നോക്കേണ്ടത്? ഫണ്ടമെന്റൽ ആണ്. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റിന് പ്രീമിയം പ്രൈസ് ആക്ഷനിൽ വരുന്നതാണ്. ഈ ഇൻവെസ്റ്റ്മെന്റിന് പ്രീമിയം ഫണ്ടമെന്റൽ നോക്കണം. ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്റ്റോക്കിന്റെ ഓണർ ആവുക, ഉടമസ്ഥനാവുക. അതൊരിക്കലും വിൽക്കാമാവുന്നില്ല. അതിന്റെ വില നോക്കരുത്. അതിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ട്രേഡ് പോലും ചെയ്യുന്നത്. അത് വാരി വാരി മേടിക്കുക. അപ്പൊ കറക്ഷൻ ആയിക്കോട്ടെ, സ്പ്ലിറ്റ് ആയിക്കോട്ടെ, ബോണസ് ആയിക്കോട്ടെ, അത് വാരി വാരി കൂട്ടുക എന്നുള്ള. 1 ലക്ഷം ഷെയർ ആയി കഴിഞ്ഞാൽ 25 ലക്ഷം രൂപ, 20 ലക്ഷം രൂപ, 15 ലക്ഷം രൂപ, 10 ലക്ഷം കിട്ടുമോ? അത് മേടിക്കുക. അങ്ങനെ 4 സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ക്ലിയർ ആയല്ലോ? 4 മുതൽ 6 വരെ. അപ്പോ ഈ ട്രേഡിങ്ങിന് എന്താണ് ഷെയറിംഗ് പ്രൈസ് ചാർട്ട് എഡ്യൂക്കേഷൻ എന്നാണ് ടെക്നിക്കൽ എന്ന് പറയുന്നത്. അത് 3 തരാണല്ലോ. ഒന്ന് പ്രീമിയം പ്രൈസ് ആക്ഷൻ, വേവ് തിയറി, മാസ്റ്റേഴ്സ്. ഓക്കെ, അപ്പൊ അതൊന്നും പോകണ്ട. നിങ്ങൾ വെറും പ്രീമിയം പ്രൈസ് ആക്ഷൻ പഠിച്ചാൽ മതി. ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സ്റ്റോക്കിന്റെ ട്രേഡ് സെറ്റപ്പ് പറഞ്ഞത് 3 ലൈനായിട്ട് ഡിവൈഡ് ചെയ്യും ഡേ ടൈം ഫ്രെയിമിൽ. ഓക്കെ, ഡേ ആയിക്കോട്ടെ, നിങ്ങൾ 15 മിനിറ്റ് ട്രേഡ് ചെയ്യുന്ന ആളായാലും 5 മിനിറ്റ് ട്രേഡ് ചെയ്യുന്ന ആളും വൈറ്റ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ചാർട്ട് വെച്ചുകൊണ്ട് പ്രീമിയം ജാപ്പനീസ് ക്യാൻഡിൽസ് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിനെ 3 ഡിവൈഡ് ചെയ്യും. ബോട്ടത്തിൽ എന്താ വരിക? 12 ക്യാൻഡിൽ. ഇതാണ് നിങ്ങളുടെ ട്രേഡ് സെറ്റപ്പ്. നിങ്ങൾ ചാർട്ട് എടുത്ത് വെക്കും. പ്രീമിയം ക്യാൻഡിൽസുകൾ പഠിക്കണം. ചാർട്ട് മാർക്കറ്റിന്റെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചും ട്രേഡിങ്ങിനെ കുറിച്ചൊക്കെ പഠിക്കും. പ്രീമിയം കണ്ടന്റ് എവിടുന്ന് പഠിച്ചാലും ശരി. അപ്പൊ അവിടെ 3 ഡിവൈഡ് ചെയ്യുക. ഇതാണ് ഇവിടെ ബോട്ടത്തിൽ എന്താ വരിക? 12 പ്രീമിയം ക്യാൻഡിൽസ് അതിന്റെ ടാർഗറ്റ്. ഈ സാധനം വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ട്രേഡ് ഉള്ളൂ. നിങ്ങളുടെ ടെൻഷൻ കഴിഞ്ഞില്ലേ? അപ്പൊ തീർച്ചയായിട്ടും അതിന് രൂപപ്പെടുന്ന വിക്ക്, ബോഡി, ഇതൊക്കെ പഠിക്കണം. പ്രീമിയം കണ്ടന്റിൽ അതാണ് പഠിക്കുക. 12 പ്രീമിയം ക്യാൻഡിൽസ് വരും. അതിന്റെ വ്യക്തമായ ടാർഗറ്റ് വരും. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ എന്താണ്? 5 പ്രീമിയം പാറ്റേൺസ്, അതായത് ഈ പ്രീമിയം പ്രൈസ് ആക്ഷനിലുള്ള 5 പാറ്റേൺസ് വരും. അതിന്റെ വ്യക്തമായ ടാർഗറ്റ് വരും. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ 5 ഇമ്പൾസ്, അതാണ് ബേസ് ഓഫ് വേവ് തിയറി. 5 ഇമ്പൾസിന്റെ മോഡ് ഏതാണ്? നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? 1, 2, 3, 4, 5. ഇതാണ് വരിക. ഓക്കെ, അതുപോലെ തന്നെ 3 കണക്ഷൻ. എങ്ങനെ വരിക? 1, 2, ഇവിടെ മൗസിൽ നോക്കിക്കോ. 1, 2, 3. ഇതാണ് കറക്റ്റ് സംഭവം. ഇതെന്താണ്? ഇത് അപ് ട്രെൻഡ്. ഓക്കെ, ഡൗൺ ട്രെൻഡ് വരുമ്പോൾ ഇത് നേരെ തലയിരിച്ചിട്ടാ മതി. ക്ലിയർ ആയല്ലോ? മിഡിൽ എന്താ വരിക? ഇപ്പൊ ബോട്ടത്തിൽ നിന്നാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ ഈ ലൈന് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോട്ടം, മിഡിൽ, ടോപ്പ് 3 ഏരിയ കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇൻ കേസ് ഇത് ഇവിടെയാണ്, ഇവിടെ ഈ ക്യാൻഡിൽസ് വന്ന് ഇവിടെ നിൽക്കുകയാണെങ്കിൽ എന്താണ്? ഇവിടെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? ഇത് മിഡിലാണ്. ഇത് താഴ്ന്നാണ് നിങ്ങൾ വരക്കുന്നത്, ഇത് മിഡിലാണ്. ഇവിടെ നിങ്ങൾ ഇങ്ങോട്ട് ട്രേഡ് ചെയ്യാം. ഓൾറെഡി ഇത് 3 സംഭവിച്ചു. 1, 2, 3 സംഭവിച്ചു. 3 സംഭവിച്ചിട്ട് റിവേഴ്സ് വരികയാണെങ്കിലോ നിങ്ങൾക്ക് ഇവിടെ 3ഉം ഡിവൈഡ് ആയിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഡിവൈഡ് ആയിട്ട് പാർട്ടിൽ വരച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ടൈം ഫ്രെയിം ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി. വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3 ഇവിടെ ഡിവൈഡ് ചെയ്തു. അപ്പൊ ഈ 3 ഏരിയ തന്നെ ഇത് വരുന്നത്. ഇത് കണ്ടോ? ഇവിടുന്ന് കറക്റ്റ് ചെയ്ത് ഇവിടെ സെൻട്രൽ ഏരിയയിൽ വന്ന് വീണ്ടും തിരിച്ചും കയറിപ്പോയി വീണ്ടും താഴോട്ട് തന്നെ വരുന്നത് അല്ലേ? അപ്പൊ ഇതാണ് സുഹൃത്തുക്കളെ 3 ഡിവൈഡ് ചെയ്യുക. ഈ 3 ഏരിയയിൽ ഈ പറഞ്ഞ 5 ഇമ്പൽസും 3 കറക്ഷൻ. ക്ലിയർ ആയല്ലോ? 12 ക്യാൻഡിൽസ് ബോട്ടത്തിൽ വരും. ഇത് ബോട്ടാണ് അടിഭാഗത്ത് കാണുന്നത്. ഇതിന് ചാർട്ടിന് 3 ഡിവൈഡ് ചെയ്തു. 12 ക്യാൻഡിൽസ്, 5 പാറ്റേൺസ്, 12 ക്യാൻഡിൽസ്, 5 പ്രീമിയം പ്രൈസ് ആക്ഷൻ പാറ്റേൺസ്, 5 ഇമ്പൽസ്. ഈ സ്ട്രക്ചറാണ്. എല്ലാ ഫണ്ടമെന്റൽ ന്യൂസിനെയും ഇതാണ് കവർ ചെയ്യുന്നത്. അപ്പൊ പുറത്ത് പോയിട്ട് ലോകത്തുള്ള സകല ന്യൂസും നോക്കി ട്രേഡ് ചെയ്തിട്ട് നിങ്ങൾ ഒന്നാമത് പഠിക്കാതെ ആയിട്ട് വരുന്ന ട്രേഡിങ്ങിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റും ട്രേഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ ലോങ് സിംഗിൾ ട്രേഡിനെ കൊണ്ടാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. സഹോദരൻ, അത് ഇൻവെസ്റ്റ്മെന്റ് ആണ് സുപ്രീം. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പെടുന്നത്. സ്റ്റോക്കിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട്. അത് ലൈഫ് ലോങ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഗവൺമെന്റ് NSDL കയ്യിലുള്ള സാധനമാണ്. നമ്മുടെ ബൈ ചെയ്യുന്ന ഒരു ലക്ഷം സ്റ്റോക്ക് ആയാൽ അതിന്റെ ഡിവിഡൻഡ് എന്ന് പറയുന്ന ടാക്സ് കഴിച്ച് നേരിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സാലറിയേക്കാൾ ഉറപ്പായി വരുന്ന സംഭവമാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും പൈസ കൂടുതൽ സ്റ്റോക്കുകളിലേക്ക് അടിക്കുക എന്നുള്ളത്. അപ്പൊ അതിനാണ് ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് വളരെ സിമ്പിൾ ആണ്. അപ്പൊ നിങ്ങളുടെ എക്സ്ട്രാ ട്രേഡിംഗ് ചെയ്യാത്ത ആളാ, ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളെങ്കിൽ വേറെ വരുമാനം ഉണ്ടെങ്കിൽ തീർച്ചയായും ഇൻവെസ്റ്റ് ചെയ്യുക. ക്ലിയർ ആയല്ലോ? അപ്പൊ ട്രേഡ് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. നിങ്ങൾ വെറുതെ കാർഡ് കയറി ഫണ്ടമെന്റ് നോക്കി കഴിഞ്ഞാൽ നയാ പൈസ കിട്ടില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഞങ്ങൾക്ക് മുമ്പോട്ട് ലൈവും കാണിച്ചു തരുന്നുണ്ട്. ഇതല്ലാതെ വേറൊരു സംഭവം എന്തില്ല, അതിലില്ല സഹോദരൻ. അപ്പൊ ഇവിടെ ഇത്രയും കാര്യം, ഇതിനാണ് പ്രീമിയം പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇത് വളരെ സിമ്പിൾ ആണ്. വേവ് തിയറി ഹൈലി കോംപ്ലിക്കേറ്റഡ് ആണ്, മാസ്റ്റേഴ്സ് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത് ക്യാൻഡൽസുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻവെസ്റ്റും ചെയ്യാം, ട്രേഡും ചെയ്യാം. സ്റ്റോക്കുകളിൽ, ഫ്യൂച്ചർ ഓപ്ഷൻസിൽ വരെ ട്രേഡ് ചെയ്യാം.
അപ്പൊ ഇവിടെ 12 ക്യാൻഡിൽ, ഇത്രയും കാര്യങ്ങൾ എവിടുന്ന് വെച്ചാൽ പഠിക്കാം. 3 കറക്ഷൻ, 5 ഇമ്പൾസ്, 3 കറക്ഷൻ. ഇനി മിഡിൽ എന്ന് പറയുന്നത് എന്താണ്? 4 പ്രീമിയം ക്യാൻഡിൽസ് ഉണ്ടാവും. അതിന് വ്യക്തമായ ടാർഗറ്റ് ഉണ്ടാവും. ഇവിടെ അടിയിലുള്ള ക്യാൻഡിൽസ് ടാർഗറ്റ് ഉണ്ട്. 6 പാറ്റേൺസ് അതിന്റെ ടാർഗറ്റ്. അത് പ്രീമിയം പ്രൈസ് ആക്ഷനിൽ വരുന്നതാണ്. വേവ് തിയറിയുള്ള കറക്ഷൻ വരിക എവിടെയാ? നടുവിലാണ്. എന്തെല്ലാം വരിക? ട്രയാങ്കിൾ. അതായത് നിങ്ങൾ അതൊന്നും നോക്കണ്ട. ട്രയാങ്കിൾ, സിഗ്സാഗ്, ഫ്ലാറ്റ്. അത് ട്രയാങ്കിൾ, സിഗ്സാഗ്, ട്രയാങ്കിൾ ഫ്ലാറ്റ് എന്ന് പറയുന്നത് എന്താണ്? ടൈം വേസ് കറക്ഷൻ ആണ്, ഇങ്ങനെ ചരിഞ്ഞു നിൽക്കുന്നത്. ഫ്ലാറ്റ് എന്ന് പറയുന്നത് പ്രൈസ് കൊണ്ട്, ഇതെന്താണ്? ഇത് സിഗ്സാഗ് ആണ്. ഇത് സിഗ്സാഗ് എന്ന് പറയുന്നത് പ്രൈസ് വേസ് കറക്ഷൻ ആണ്, വില കൊണ്ട് കറക്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഫ്ലാറ്റ്, ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്താണ്? സമയം കൊണ്ട് ഇങ്ങനെ റേഞ്ച് ബോണ്ടിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇത് സമയം കൊണ്ട് കറക്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ. ഇനി മുകളിൽ 12 പ്രീമിയം കാൻഡിൽസ് അതിന്റെ ടാർഗറ്റ്, 4 പ്രീമിയം പാറ്റേൺസ് അതിന്റെ ടാർഗറ്റ്, 5 ഇമ്പൾസ്, 3 കറക്ഷൻ. നമ്മൾ ഇവിടെ എന്താ പഠിച്ചോ അതുപോലെ തന്നെ താഴോട്ട് വരുമ്പോൾ എങ്ങനെ വരിക? 5 ഇമ്പൾസ് താഴോട്ട് എടുത്ത് 3 കറക്ഷൻ മേലോട്ട് എടുത്തുകൊണ്ടാണ് താഴോട്ട് വരിക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തത്. തീർച്ചയായിട്ടും ഫീസ് ബേസ് നമുക്ക് ഇപ്പൊ യൂട്യൂബിലൂടെ പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം ലെങ്തി വീഡിയോ ആണ്. അതൊരിക്കലും മോണിറ്റൈസേഷൻ ചെയ്തതല്ല. ആസ് എ ട്രേഡർ ഞാനും എന്റെ കമ്മ്യൂണിറ്റിയിലെ ഹെഡ്ജ് ഗ്രൂപ്പിലുള്ള ആളുകളും ഞാൻ നിങ്ങൾക്ക് ചെയ്തത് എന്താണ്? നിങ്ങൾക്ക് ഒരു വിഷയം പഠിക്കുമ്പോൾ അത് ഇത്രയും കാലങ്ങൾ ഇങ്ങനെയൊക്കെ പഠിച്ചു, കണ്ടെന്തുണ്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ പഠിച്ച് ചെയ്തു അല്ലെ? ഇൻഫർമേഷൻ മര്യാദയ്ക്ക് തരാന്നുള്ളൂ. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നല്ല സ്ട്രക്ചർ നിങ്ങൾക്ക് വരും മാർക്കറ്റിനെ കുറിച്ചുള്ള. അപ്പൊ അത്രയും വീഡിയോസ്, മുമ്പോട്ടുള്ള പോയിന്റുകളൊക്കെ നമ്മൾ വെറും ചെറിയ ടൈം ഫ്രെയിമിൽ പറഞ്ഞു പോയിന്റ് തീർക്കും. അപ്പൊ ഇത് ലാസ്റ്റ് ആണ് അതിന്റെ. അപ്പൊ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെന്റിന്റെ പവറാണ് നിങ്ങളോട് പറഞ്ഞു വരുന്നത്. അതിനുശേഷം ട്രേഡിങ്ങിന് കംപ്ലീറ്റ്ലി ഒരിക്കലും നിങ്ങൾക്ക് ഈ 5 ലക്ഷം ഫണ്ടമെന്റൽ നമുക്കൊന്നും അറിയാൻ പറ്റില്ല അല്ലേ? അപ്പൊ 5 ലക്ഷം ഡിഫറെന്റ് ന്യൂസ് കാര്യകാരണങ്ങൾക്ക് പിന്നാലെ പോകുന്നതിലും നല്ലത് 1000 ടൈം ഗ്യാരണ്ടി ഉള്ള ഒരേ സ്ട്രക്ചറിൽ വർക്ക് ചെയ്യുന്ന ഈ ടെക്നിക്കൽ അനാലിസിസ് പഠിക്കുന്നതാണ്. അപ്പൊ നേരത്തെ കണ്ട എവിടെയാണ്? ഇൻഡെക്സിലാണ്. ഇപ്പൊ നമ്മൾ എവിടെയാണ് കാണുന്നത്? ബ്രിട്ടാനിയ എന്ന് പറയുന്ന സ്റ്റോക്കാണിത്. അപ്പൊ സ്റ്റോക്ക് ചെയ്യാനും ഇൻഡെക്സ് ചെയ്യാനും ടെക്നിക്കൽ മാത്രം ഉപയോഗിക്കേണ്ടി വരും. അല്ലാണ്ട് സ്റ്റോക്കിലോട്ട് വരുമ്പോൾ നമ്മൾ ഫണ്ടമെന്റലിലേക്ക് പോകുന്നൊക്കെ നമ്മുടെ തലതിരിഞ്ഞ പഠിപ്പിന്റെ യുക്തിയാണത്. തീർച്ചയായും അത് തെറ്റാണ് സുഹൃത്തുക്കൾ. അവിടെ എന്തൊക്കെ, അതിനൊക്കെ ഡീറ്റെയിൽ ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. ഇൻഡെക്സിൽ നമ്മൾ എന്തൊക്കെ നോക്കിയോ? ഇൻഡെക്സിന് ഫണ്ടമെന്റൽ ഇല്ലാന്നും ഇൻഡെക്സിന് ടെക്നിക്കൽ മാത്രമാണെന്നും നമ്മുടെ ഓപ്ഷൻ ഫ്യൂച്ചർ ട്രേഡേഴ്സിന് അറിയാം. പക്ഷേ സ്റ്റോക്കിലോട്ട് വരുമ്പോൾ അവർക്ക് എന്താണെന്നറിയില്ല. അവർക്ക് നിർബന്ധമായിട്ട് ഫണ്ടമെന്റലും കാര്യകാരണങ്ങളും അറിയണം. അവർ ലോകം മുഴുവനുള്ള ഗ്രൂപ്പുകളിൽ സ്റ്റോക്കിൽ ലോസ് വന്നു പഠിക്കാണ്ടിട്ടാണ് ലോസ് വരുന്നത്, ടെക്നിക്കൽ പഠിക്കാതെയിട്ടും. അതുപോലെ തന്നെ ലോസ് വരുന്ന വേറൊരു കാരണം എന്താണ്? ഫണ്ടമെന്റൽ കാര്യകാരണങ്ങൾ അറിയാൻ ശ്രമിച്ചുകൊണ്ട് ട്രേഡ് ചെയ്ത് ലൈഫിൽ ഇവർക്ക് ആർക്കും അറിയും? ഒരിക്കലും അറിയില്ല. കാരണം അതൊക്കെ സ്മാർട്ട് മണിന്റെ നമ്മുടെ കാഴ്ചകൾക്ക് അപ്പുറമുള്ള സംഗതികളാണ്. ഒരു ക്യാൻഡിൽസ് ഉണ്ടാക്കി എത്ര കോടി രൂപയുടെ മൂവ്മെന്റ് ആണ്? 500 മുതൽ 1000 കോടി രൂപയുടെ ഒരു ക്യാൻഡിൽസ് ആണ് ചെയ്യുന്നത്. അപ്പൊ ക്യാൻഡിൽസിന് വാല്യൂഷൻ ഇല്ല. ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. ഇതെന്താണ്? എൻട്രി ആണ് ക്യാൻഡിൽസിന്റെ. ഇവിടെ നമുക്ക് പ്രീമിയം ക്യാൻഡിൽസ് ആണ് ഇത്. ഇതിന്റെ കൺഫർമേഷൻ ക്യാൻഡിൽ വന്നു. അപ്പൊ ഒറ്റ ക്യാൻഡിൽ ഒരു ഡേ ക്യാൻഡിലാണ്. ഇത് ഡേ ക്യാൻഡിലാണ്. 500 കോടി രൂപയാണ് ഒരു ക്യാൻഡിൽ അല്ലെ? 500 കോടി രൂപ. അപ്പൊ ആ ക്യാൻഡിലിന്റെ പിന്നിൽ നടന്ന എല്ലാ ഗുഡ് ന്യൂസ് ആയിരിക്കുമല്ലോ. പോസിറ്റീവ് ബൈയിങ് നടക്കുമ്പോഴാണല്ലോ അവിടെ ഗുഡ് ന്യൂസ് വരുന്നത്. ഇതിന്റെ ബാക്കിലുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞില്ല നേരത്തെ, നമ്മൾ വരവ് ചെലവ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മലയാളി കുറെ ആചാരങ്ങളിൽ അതും മാർക്കറ്റായിട്ട് തീരെ പറ്റില്ല. അതുകൊണ്ടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾ ഫണ്ടമെന്റൽ നോക്കി കൊണ്ട് ട്രേഡ് ചെയ്യുന്നത്. ഇതൊക്കെ എനിക്ക് വ്യക്തമായി മനസ്സിലായത് ഇതിന്റെ തട്ടകം എന്ന് പറയപ്പെടുന്ന നോർത്തിൽ പോയി പഠിച്ചപ്പോഴാണ്. കാരണം എന്ന് പറഞ്ഞാൽ ലോജിക്കലി നമ്മൾ ചിന്തിക്കുന്നത് നടക്കുന്ന ഫണ്ടമെന്റൽ ആണ്. അവിടെ ഫണ്ടമെന്റൽ എന്ന് ഞാൻ പറയുമ്പോൾ നമ്മൾ സ്ക്രീനറിലും NSE-ലും അനലൈസ് ചെയ്യുന്ന ഫണ്ടമെന്റൽ അല്ല. ന്യൂസിനെ കുറിച്ചും, അത് ന്യൂസ് റിസൾട്ട്, ഈ മാർക്കറ്റ് ഇമോഷൻ എല്ലാത്തിനും നമ്മൾ ഒറ്റ വാക്കാ പറയാ അത് ഫണ്ടമെന്റൽ എന്നാണ് അല്ലെ? എല്ലാം കൂടി ചേർന്നാണ് ഫണ്ടമെന്റൽ. അത് നമ്മുടെ NSE ഡാറ്റ അനലൈസ് ചെയ്യുന്നതല്ലാതെ തന്നെ ഈ പുറത്തുള്ള ന്യൂസും കമ്പനിയെ കുറിച്ചുള്ള റിസൾട്ടും ഒക്കെ ഫണ്ടമെന്റലിൽ പെടുന്നതാണ്. അപ്പോ ലോജിക്കലി ഒരു ഇൻവെസ്റ്റർ വന്നു കഴിഞ്ഞാൽ, കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ, കേരളത്തിലെ ഒരു ഇൻവെസ്റ്റർ മാർക്കറ്റ്, സോറി, മലയാളിയായ ഒരാള്, നമ്മളെപ്പോലുള്ള ഒരാള് യൂട്യൂബിലൂടെയോ മറ്റുള്ള രീതിയിലോ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ യുക്തി കൊണ്ട് അയാൾ ചിന്തിക്കുക എന്താ? നടക്കുന്നതൊക്കെ ഫണ്ടമെന്റൽ ആണ് അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും അത് അന്വേഷിക്കണം, അതിനെക്കുറിച്ച് അറിയണം, റിസൾട്ടിനെ കുറിച്ചും കമ്പനിയെ കുറിച്ചും അറിയണം എന്നുള്ളത് ശരിയാണ്. പക്ഷെ സഹോദരങ്ങളെ, അത് ഇൻവെസ്റ്റ്മെന്റിനാണ്. അവിടെയാണ് നമുക്ക് തെറ്റിപ്പോകുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നത് 100% ശരിയാണ്. നമുക്ക് ഇതിനെ ബാക്കിൽ നടക്കുന്നത് കംപ്ലീറ്റ്ലി ഫണ്ടമെന്റൽ ആണ് അല്ലെ? പക്ഷെ നമുക്ക് നമ്മുടെ കണ്ണിന് കാഴ്ച, ഇപ്പൊ കടലിന്റെ അടിഭാഗം നമുക്ക് കാണാൻ പറ്റില്ല, മുഖത്ത് പുറത്ത് നോക്കിയാൽ ഇല്ലേ? അടിയിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്? അത് ദൈവത്തിന്റെ ഒരു സൃഷ്ടിയാണ് അല്ലെ? അപ്പൊ അതുപോലെ മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ഈ വായനയിലും, അതായത് NSE ഡാറ്റയിലൂടെയും സ്ക്രീനറിലൂടെയും ബ്രോക്കറുടെ ചാർട്ടിലൂടെയും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ NSE ഡാറ്റയിലൂടെയും ന്യൂസുകളിലൂടെയും നമുക്ക് എന്ത് ചെയ്യാം? റിസൾട്ട് ഒക്കെ നോക്കിക്കൊണ്ട് കമ്പനിയെ ആനലൈസ് ചെയ്യാം. ഏത് ഇൻവെസ്റ്റേഴ്സിനെ ആനലൈസ് ചെയ്യാം. ആ കമ്പനിയിൽ എന്താണ് സംഭവം, അവർക്ക് കംപ്ലീറ്റ് അപ്ഡേഷൻ വേണം. നമ്മളിപ്പോ ഈ ട്രേഡ് ചെയ്തിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ
ആ കമ്പനിയുടെ എല്ലാ അപ്ഡേഷനും റിസൾട്ടും നോക്കുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ ട്രേഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നടക്കുന്നതൊക്കെ ഫണ്ടമെന്റൽ, അത് നടത്തുന്ന സ്മാർട്ട് മണിയാണ്, അവരൊരിക്കലും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. അതിനെന്താ ഒരു വഴി? ട്രേഡ് ചെയ്ത് നമുക്ക് എന്താ വേണ്ടത്? പ്രോഫിറ്റ് കിട്ടണം. അത് നിങ്ങൾ ഇൻഡെക്സ് ചെയ്തോ സ്റ്റോക്സ് ചെയ്തോ എല്ലാം ചെയ്തു. പക്ഷെ ട്രേഡ് ചെയ്യണമെങ്കിൽ ഫണ്ടമെന്റൽ നോക്കിക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അതിന് ചാർട്ട് നോക്കണം സഹോദര. അപ്പൊ നടക്കുന്ന എല്ലാം ഫണ്ടമെന്റൽ ആണെന്നും ആ ഫണ്ടമെന്റലിനെ നമുക്ക് എന്താ പറയാ ഡിസ്കൗണ്ട് ചെയ്ത് കാണിച്ചു തരുന്നതാണ് ചാർട്ട്. അതിന്റെ ചാർലീസ് ഡൗത്തിയർ ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഫാദർ ഓഫ് ടെക്നിക്കൽ അനാലിസിസ്. അപ്പൊ ആ ചാർട്ടിനെ കുറിച്ച് പഠിക്കുന്നതിനാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുക. അപ്പൊ ആ എഡ്യൂക്കേഷൻ പഠിച്ചാൽ മാത്രമേ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതും നിങ്ങൾ യൂട്യൂബിലൂടെ പുസ്തകത്തിലൂടെ പഠിച്ചാൽ നടക്കൂല. അതിന്റെ പ്രീമിയം വേർഷൻ കണ്ടന്റുകൾ എടുത്ത് ഈ പറഞ്ഞ രീതിയിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ അത് പഠിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അല്ലാതെ നമ്മളിപ്പോ എന്റർടൈൻമെന്റ് പോലെ കാണുന്ന ആളുകളുണ്ട്. അപ്പൊ വളരെ ഡെഡിക്കേഷൻ ആയിട്ട് പറഞ്ഞു തരാണ്. ഈ സ്ട്രക്ചറിലെ മാർക്കറ്റ് മുകളിലോട്ട് പോകുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത്? നിഫ്റ്റിയിൽ നമ്മൾ കണ്ടു, ഇത് സ്റ്റോക്കാണ് മുകളിലോട്ട് അങ്ങനെ തന്നെയാ പോയത് അല്ലെ? താഴോട്ട് എങ്ങനെ വരുന്നത്? അതുപോലെ തന്നെ ഇറങ്ങി വരുന്നത് അല്ലെ? ഇവിടെ പ്രീമിയം പ്രൈസ് ആക്ഷൻ, പ്രീമിയം സ്റ്റോക്സ്, ഇൻവെസ്റ്റ്മെന്റ്, ഫണ്ടമെന്റൽ അനാലിസിസ് അല്ലെ? ട്രേഡിങ്ങിന് എന്താണ് ഇവിടെ നമ്മൾ പഠിക്കേണ്ടത്? ട്രേഡ് ചെയ്യാൻ വേണ്ടി. അവിടെ ഫണ്ടമെന്റൽ അനാലിസിസ് വേണ്ടത് ഇൻവെസ്റ്റ്മെന്റിനാണ്, ട്രേഡിങ്ങിനല്ല. ഒരിക്കലും ഇവിടെ ട്രേഡിങ്ങിന് വേണ്ടിയത് എന്താണ്? പ്രീമിയം, അതായത് ടെക്നിക്കൽ അനാലിസിസ് ആണ്. ടെക്നിക്കൽ അനാലിസിസ് ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 26 പ്രീമിയം ക്യാൻഡൽസ് നമ്മൾ ഏത് പഠിച്ചു? 12, 4, 12 അല്ലെ? 28 പ്രീമിയം ക്യാൻഡൽസ്, 16 പാറ്റേൺസ് അതിന്റെ ടാർഗറ്റ്. പ്രീമിയം ക്യാൻഡൽസ് ആരുടെ? സ്മാർട്ട് മണിയുടെ ഫണ്ടമെന്റലിനെ സൂചിപ്പിക്കുന്നതാണ് 28 പ്രീമിയം ക്യാൻഡൽസ്. സ്മാർട്ട് മണി 500 കോടിക്ക് ബൈ ചെയ്യുമ്പോൾ നിങ്ങൾ 500 കോടി ന്യൂസ് നോക്കുക, ഒരിക്കലുമല്ല. 500 കോടിയുടെ 1000 കോടിയുടെ ഒരു ക്യാൻഡൽസ്, അതിനാണ് പ്രീമിയം ക്യാൻഡൽസ് എന്ന് പറയുന്നത് സഹോദരൻ. അത് വന്നാൽ ബോട്ടത്തിൽ 12 എണ്ണം വന്നാൽ വ്യക്തമായ ടാർഗറ്റ് പോയിരിക്കും അല്ലെ? ടോപ്പിൽ വന്നാൽ വ്യക്തമായ ടാർഗറ്റ് പോയിരിക്കും, സെൻട്രൽ വന്നാൽ അതിന് വ്യക്തമായ കണക്കുണ്ട്. അതിനാണ് പ്രീമിയം എഡ്യൂക്കേഷൻ എന്ന് പറയാം. അപ്പൊ നിങ്ങൾ 1,00,000 രൂപ നിങ്ങൾക്ക് ഇപ്പൊ ആവശ്യം ഈ ന്യൂസ് അറിഞ്ഞ് ഈ കാര്യകാരണങ്ങൾ അറിഞ്ഞിട്ട് എന്താ മീഡിയ തുടങ്ങാനാണോ അല്ലെങ്കിൽ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാനാണോ? നമ്മളോട് ചോദിക്കും. ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനിൽ ചെയ്യാനോ സ്റ്റോക്ക് ചെയ്യാനോ ഒക്കെ ഒരേ ഒരു ടെക്നിക്കൽ മാത്രമേ ഉപകാരം. മറ്റതൊക്കെ നിങ്ങൾക്ക് ടൈം പാസിന് വേണമെങ്കിൽ ചെയ്യാം. അപ്പോ ഇവിടെ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഈ സംഗതികളാണ്. അതായത് ഇതാണ് ടെക്നിക്കൽ എന്ന് പറയുന്നത് പ്രീമിയം. 28 ക്യാൻഡിൽസ്, 16 പാറ്റേൺസ്, 4 പ്രീമിയം പ്രൈസ് ഗ്യാപ്പ്, അതിന്റെ ടാർഗറ്റ്. അതുപോലെ തന്നെ ഇതെല്ലാം സ്മാർട്ട് മണിയെ കണ്ടുപിടിക്കുന്നത്. അത് ഫണ്ടമെന്റൽ, സ്മാർട്ട് മണി ഫണ്ടമെന്റൽ നടത്തുമ്പോൾ നമ്മളിവിടെ 28 ക്യാൻഡിൽസ് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ടാർഗറ്റ് ഉപയോഗിച്ചുകൊണ്ട് അവരെ കൂടെ ട്രേഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്മാർട്ട് മണി അവിടെ ഫണ്ടമെന്റൽ നടത്തുമ്പോൾ നമ്മൾ 28 പ്രീമിയം ക്യാൻഡിൽസ് കൂടി ചേർന്ന് വരുന്ന പാറ്റേൺസ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നു. ഇത് വളരെ സിമ്പിൾ ആണ്. അതുപോലെ തന്നെ സ്മാർട്ട് മണിയുടെ പ്രീമിയം പ്രൈസ് ഗ്യാപ്പ് പഠിക്കുന്നു. സ്മാർട്ട് മണിയുടെ പ്രീമിയം 5 ഇൻഡിക്കേറ്റേഴ്സിന് അതിന്റെ പ്രോപ്പർ യൂസേജ് പഠിക്കുന്നു. അതിനുശേഷം ചാർലീസ് ലവ് തിയറി പഠിക്കുന്നു. ചാർലീസ് ലവ് തിയറി എന്ന് പറഞ്ഞാൽ ഫാദർ ഓഫ് ടെക്നിക്കൽ അനാലിസിസ്. അദ്ദേഹത്തിന്റെ അടുത്താണ് എല്ലാം ഇത് വരുന്നത്. മനസ്സിലാവുണ്ടല്ലോ? എലിയോട്ട് ന്യൂ വേവ് തിയറിയുടെ ബേസ് പഠിക്കുന്നു. എലിയോട്ട് ന്യൂ തിയറിയുടെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കാണിച്ചു തന്നാണ്. ഈ സ്ട്രക്ചറിലാണ് പോകുന്നത്. ഈ 5 ഇമ്പൾസും 3 കറക്ഷനും ഇതിന്റെ അകത്താണ് വരുന്നത്. പ്രീമിയം പ്രൈസ് ആക്ഷനും വേവ് തിയറിയും മാസ്റ്റേഴ്സ് ഒക്കെ ഈ 3 സ്ട്രക്ചറിന്റെ അകത്താണ് വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ 3 ഏരിയയിലാണ് എന്ത് വരിക? എല്ലാം വരിക. ഓക്കെ. ഇവിടെ ഇപ്പൊ എന്താ കാണാവുന്നത്? പ്രീമിയം ക്യാൻഡൽസ്, അതിന്റെ കൺഫർമേഷൻ ക്യാൻഡിൽ, അതിനുശേഷം ടാർഗറ്റിലേക്ക് പോകുന്നു അല്ലെ? ഇവിടെ 1, 2, 3, 4, 5 ഇമ്പൽസ് ആണ് നമ്മൾ പറഞ്ഞത്. വീണ്ടും എന്താ പറയുക? മിഡിൽ ഏരിയയിൽ വന്നു. മിഡിൽ ഏരിയയിൽ എന്തൊക്കെ വരിക? 6 പാറ്റേൺസ്, 4 എത്രയാണ്? 4 ക്യാൻഡിൽ. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. 12 പ്രീമിയം ക്യാൻഡിൽസ് അതിന്റെ ടാർഗറ്റ്. നേരത്തെ ഇൻഡെക്സ് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് കണ്ടത്. ഇതേടെ കാണുന്ന സ്റ്റോക്കിന്റെ ചാർട്ടിൽ. സ്റ്റോക്കിന്റെ ചാർട്ടിൽ എന്താ? ഫണ്ടമെന്റൽ ആണോ? നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞ പോലെ ഇൻഡെക്സിന് നമുക്ക് എന്ത് വേണം? ടെക്നിക്കൽ വേണം. സ്റ്റോക്സിലോട്ട് വരുമ്പോൾ മസ്റ്റ് ആയിട്ട് ഫണ്ടമെന്റൽ വേണം. അത് നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് വേണമെങ്കിൽ അത് എടുത്തോ. ഞങ്ങൾക്ക് പ്രോഫിറ്റ് മതി. അപ്പൊ പ്രോഫിറ്റ് നിങ്ങൾക്ക് ട്രേഡിംഗ് ചെയ്ത് പൈസ ഉണ്ടാക്കണമെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഫണ്ടമെന്റൽ പോകേണ്ട. ഈ സംഗതി ഏടുന്നാച്ച പഠിച്ചാൽ മതി. ഇവിടെ ബോട്ടത്തിൽ 12, ഇൻഡെക്സിൽ വന്ന അതേ സാധനങ്ങളാണ് ഇവിടെയും വരിക. 12 ക്യാൻഡൽസ് അതിന്റെ ടാർഗറ്റ്, 4 പാറ്റേൺസ് അതിന്റെ ടാർഗറ്റ്, 5 ഇമ്പൾസ്, 3 കറക്ഷൻ. ക്ലിയർ അല്ലേ? അപ്പുറം എന്ത് പഠിച്ചാൽ അതിപ്പോ മിഡിൽ വരുമ്പോ മിഡിൽ 4 ക്യാൻഡൽസ്, മിഡിൽ 6 പ്രീമിയം പ്രൈസ് ആക്ഷന്റെ പാറ്റേൺസ് അതിന്റെ ടാർഗറ്റ്, ക്യാൻഡൽസ് അതിന്റെ ടാർഗറ്റ്, പ്രൈസ് വേവ്. ഓക്കെ, കറക്ഷൻസ് ആണ് വരുന്നത്. അതായത് നമ്മൾ ഇമ്പൾസിന്റെ കറക്ഷൻ വരും. അതായത് ഒന്നെന്ന് പറയുന്നത് സിക്സാക്ക് പ്രൈസ് കൊണ്ടുള്ള കറക്ഷൻ. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയാങ്കിള് ഫ്ലാറ്റ് എന്ന് പറയുന്നത് എന്താണ്? ടൈം കൊണ്ടുള്ള കറക്ഷൻ ആണ്. ഓക്കെ. മുകളിൽ എന്താ വരിക? അതുപോലെ തന്നെ 12 നമ്മൾ നിഫ്റ്റി പഠിച്ച പോലെ തന്നെ 12 പാരിഷ് ക്യാൻഡിൽ അതിന്റെ ടാർഗറ്റ്. ഉള്ളിഷ് ടാർഗറ്റ് മാത്രമാണ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സ്റ്റോക്കുകൾ സജഷനിൽ ബൈ ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് അറിയുള്ളൂ. അത് എക്സിറ്റ് ആവേണ്ടി എവിടെയാണെന്നുള്ള നമുക്ക് ക്യാൻഡൽസുകളും ബാരിഷ് ക്യാൻഡലും ബാരിഷ് പാറ്റേൺസും വേവ്സിന്റെ കറക്ഷൻസും മാസ്റ്റേഴ്സിലുള്ള ഇതൊക്കെ ഉണ്ട്. ടാർഗറ്റ് എടുക്കുന്ന സ്ഥലം, കറക്ഷൻ വരുന്ന സ്ഥലം പഠിച്ചാലേ നമുക്ക് മനസ്സിലാവും. ബൈ ചെയ്ത് മാത്രം വെച്ചാൽ പോരാ. നമ്മൾ പറഞ്ഞു കൊച്ചിൻ ഷിപ്പ് യാർഡിലും ഇൻവെസ്റ്റ് ചെയ്ത് അവരെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്കുകളിൽ ലക്ഷങ്ങൾ നഷ്ടം വന്നത് എന്തുകൊണ്ടാണ്? ടെക്നിക്കൽ അനാലിസിസ് അറിയാത്തതുകൊണ്ടാണ്. ഫണ്ടമെന്റൽ അറിയായിട്ടാണോ? അവരെക്കാൾ ഫണ്ടമെന്റൽ അറിയുന്ന ആളുകൾ ഇന്ന് ഭൂമിയിൽ ഉണ്ടാവില്ല. എല്ലാ ഫണ്ടമെന്റലും അവർക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ ചാർട്ടിൽ
കൊച്ചി ഷിപ്പ്യാർഡ് 500 രൂപക്ക് മേടിച്ചു, 2500 രൂപക്ക് ഇറങ്ങണം എന്നുള്ള റെഡ് ക്യാൻഡിൽ സ്മാർട്ട് മണി സെല്ല് ചെയ്തുകൊണ്ട് വരുമ്പോൾ റെഡ് പ്രീമിയം ക്യാൻഡിൽസ് അവിടെ കാണിക്കും. അതിന്റെ കൺഫർമേഷൻ കണ്ടാൽ ഇറങ്ങണം എന്നുള്ള അവർക്ക് അറിയില്ല. അപ്പൊ അവർക്ക് എന്തുകൊണ്ടാണ് പ്രശ്നം വന്നത്? ഫണ്ടമെന്റൽ അറിയാറ്റില്ല, ടെക്നിക്കൽ പ്രൈസ് ചാർട്ട് നോക്കാൻ അറിയാത്തതുകൊണ്ടാണ്, ടെക്നിക്കൽ അറിയാത്തതുകൊണ്ട്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവരും അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, അപ്പോ നമുക്ക് എന്താ പറ്റുക? അപ്പൊ ഇവിടെ നിങ്ങൾ ബ്രിട്ടാനിയ ക്യാൻഡിൽസ് നോക്കിക്കൊണ്ടാണ് ഈ ടാർഗറ്റ് എത്രയാണ്, 1000 രൂപയുടെ ടാർഗറ്റ് എടുക്കാൻ പറ്റുന്നത്. ഇവിടെ 4500 മേടിച്ചു, ഇവിടെ 5000 വിറ്റു. അത് നിങ്ങൾക്ക് ഫണ്ടമെന്റൽ, ബ്രിട്ടാനിയയുടെ ഫണ്ടമെന്റൽ നോക്കിക്കൊണ്ട് ഈ 5 ലക്ഷം കാര്യകാരണങ്ങൾ നോക്കിക്കൊണ്ട് ട്രേഡ് ചെയ്ത് 1000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും? ഒരിക്കലും നടക്കാത്ത കാര്യം. അതിനാണ് നമുക്ക് ടെക്നിക്കൽ 5 ലക്ഷം ഡിഫറെന്റ് ന്യൂസിനെ ഇവിടെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന എന്തിലാണ്? ക്യാൻഡിൽസിലും പാറ്റേൺസിലും വേവ്സിലും ആണ്. അത് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ക്യാൻഡിൽസിലൂടെ 1000 രൂപ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഒരു സ്റ്റോക്കിന്റെ മുകളിൽ 1000 രൂപ അല്ലെ? അപ്പൊ 5 ലക്ഷത്തിന് 4.5 ലക്ഷത്തിന് നിങ്ങൾ 100 ക്വാണ്ടിറ്റി മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5.5 ലക്ഷം രൂപ ചുരുങ്ങിയ ഒരു മാസം കൊണ്ട് എടുക്കായിരുന്നു അല്ലെ? അപ്പൊ ഇതാണ് സഹോദരങ്ങളെ പറഞ്ഞത്, ഈ ക്യാപിറ്റൽ ലംസം ക്യാപിറ്റൽ കൊണ്ട് പഠിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്ക് 4.5 ലക്ഷം രൂപ കൊണ്ട് 5.5 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിനനുസരിച്ചുള്ള കണ്ടന്റ് എവിടെ നിന്ന് വെച്ചാൽ പഠിക്കണം. അല്ലാതെ നിങ്ങൾ 4 ലക്ഷം, അപ്പൊ നമ്മുടെ ഇവിടെയുള്ള മോസ്റ്റ്ലി ആളുകളുടെ അവസ്ഥ എന്താണ്? ഈ 4 ലക്ഷം രൂപ അത് മേടിക്കും, പക്ഷെ അത് 2.5 ലക്ഷമായിട്ട് അവിടെ കുടുങ്ങി കിടക്കും. ചിലപ്പോൾ 3 വർഷം 5 വർഷം അവിടെ കിടക്കും. അതെന്തുകൊണ്ട്? നമുക്ക് നമ്മൾ മേടിക്കുമ്പോൾ അത് താഴെ പോകുന്നു. ഒരു മണി ഗ്രൂപ്പിലുള്ള ലക്ഷക്കണക്കിന് സുഹൃത്തുക്കൾ പറയും പോലെ, ഞാനിത് മേടിക്കുമ്പോൾ അത് താഴെ പോകും, ഞാനിത് മേടിക്കുമ്പോൾ അത് മുകളിലോട്ട് പോകും, എന്തൊക്കെയോ പറയുന്നേക്കാം. അപ്പൊ ഇതെല്ലാം അവർക്ക് അറിയാഞ്ഞിട്ടില്ല, ചിലപ്പോൾ അറിയാഞ്ഞിട്ടായിരിക്കും, അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. ഇനിയിപ്പോ അത് അറിഞ്ഞിട്ടും പഠിക്കാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർ മാർക്കറ്റിന്, ഞാൻ നിങ്ങളൊക്കെ ബലിയാടാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത് എവിടെന്ന് വെച്ചാൽ പഠിച്ചുകൊണ്ട് മാത്രം ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? ഇവിടെ ഇതാണ് സ്ട്രക്ചർ. ഇതിന്റെ അകത്താണ് പ്രീമിയം പ്രൈസ് ആക്ഷൻ, വേവ്സ്, അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് എല്ലാം വരുന്നത് ഇതിന്റെ അകത്താണ്. ഇങ്ങനെ മാർക്കറ്റ്. അപ്പൊ നിങ്ങളുടെ 5 ലക്ഷം ഡിഫറെന്റ് ഫണ്ടമെന്റൽ ന്യൂസിന് എന്താണ് കാരണം? ഞാൻ ആരോ ചോദിച്ചു, ഗ്രൂപ്പിലുണ്ടായിരുന്നു, നമ്മുടെ പബ്ലിക് ഗ്രൂപ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ടാറ്റാ മോട്ടോഴ്സ് പോകാനുള്ള കാരണം എന്താണ്? അദ്ദേഹത്തിന് അറിയില്ല, അല്ലെ അദ്ദേഹത്തിനെ പഠിപ്പിച്ച ആളുകൾക്ക് അറിയില്ല, ഈ കോട്ട് സൂട്ടിട്ട് ഫണ്ടമെന്റൽ പറയുന്ന ആളുകൾക്ക് അറിയില്ല. ഇനി ട്രേഡർ എന്ന നിലയിൽ അത് വീണ് അറിഞ്ഞിട്ട് എനക്കെന്ത് കാര്യമുള്ള? അതിന്റെ കാരണം അറിഞ്ഞിട്ട് എനക്കെന്ത് കാര്യമുള്ള? ആസ് എ ട്രേഡർ എനക്കെന്താ വേണ്ടത്? എനക്കത് വീഴുമ്പോൾ പ്രോഫിറ്റ് എടുക്കാൻ പറ്റണം, കയറുമ്പോൾ പ്രോഫിറ്റ് എടുക്കാൻ പറ്റണം. ഇത് ചാർട്ട് നോക്കിയാലേ മനസ്സിലാവുള്ളൂ, ഫണ്ടമെന്റൽ നോക്കിയാൽ മനസ്സിലാകാൻ പറ്റും? ഒരിക്കലും ഇല്ല. അത് 1000 ടൈം തെളിവോടുകൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ? അപ്പൊ ഇത് എവിടെന്ന് വെച്ചാൽ പറ്റുമെങ്കിൽ ചെയ്താൽ പോരെ സഹോദര? അത് ദയവായിട്ട് കാരണം നമുക്കറിയില്ല, അതുകൊണ്ട് നമ്മളോട് ചോദിക്കാതിരിക്കും. ഞാൻ പണ്ട് ടാറ്റാ മോട്ടോഴ്സിന്റെ സിഇഒ അല്ല, അതിന്റെ കാരണം പറഞ്ഞു തരാം. അപ്പൊ ഞാൻ ആസ് എ നോർമൽ ട്രേഡർ ആണ്, അപ്പൊ ഞാൻ ചെയ്യുന്ന രീതികളാണ് നിങ്ങൾ പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾ ആരെന്ത് ഫണ്ടമെന്റൽ കാരണം ചോദിച്ചാൽ എനിക്കറിയില്ല. തീർച്ചയായിട്ടും അത് അറിയുന്ന ആളുണ്ടാവാം, അതുകൊണ്ട് ട്രേഡ് ചെയ്യാൻ പറ്റില്ല എന്നാ ഞാൻ പറയാം. ഇൻവെസ്റ്റർ ആണെങ്കിൽ നിർബന്ധമായിട്ട് അത് നോക്കണം. 1, 2, 3, 4, 5 ഇങ്ങനെയാണ് പോവുക. ഇതാണ് പ്രൈസ് വൈസ് കറക്ഷൻ. എന്താണ്? ഫാസ്റ്റ് ആയിട്ടുള്ള കറക്ഷൻ ആണ്. ഇതിനാണ് നമ്മൾ പ്രൈസ് വൈസ് കറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ അകത്താണ് എല്ലാ ടെക്നിക്കൽ ടൂൾ കിറ്റും വരുന്നത്. ഇതാണ് ടൈം വൈസ് കറക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ചാർട്ടിന് 3 ഏരിയ ആയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ വരക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആയാലോ? നടുഭാഗത്ത് വരക്കണം, ബോട്ടം, മിഡിൽ, ടോപ്പ്, ഇവിടെയാണ് നമ്മൾ എല്ലാ ടെക്നിക്കലും വരിക. ഇതിന്റെ അകത്താണ് വരിക. ഓക്കെ, ഇത് പ്രൈസ് മൂവ്മെന്റ് ആണ്. ഇത് ഫാസ്റ്റ് ആയിട്ട് ഷാർപ്പായിട്ട് ഫോളോ ചെയ്യുന്നതാണ് പ്രൈസ് വൈസ് കറക്ഷൻ എന്ന് പറയുക. ഈ പാറ്റേൺ മാത്രം, ഒറ്റ പാറ്റേൺ ഉള്ളത് പ്രൈസ് വൈസ് കറക്ഷൻ, അതിന്റെ പേര് സിക്സാക് ആണ്. ഇത് പലതരത്തിലുണ്ട്, അതിന്റെ കോംപ്ലിക്കേഷനിലോട്ട് ഞാൻ പോകുന്നില്ല. അതിന്റെ ബേസ് ഫോം ആണ് പഠിക്കുന്നത്. മുകളിലോട്ട് പോകുമ്പോൾ താഴോട്ട് വരുമ്പോൾ അതേ രൂപത്തിലാണ് വരിക. നിങ്ങളിപ്പോ 5 ലക്ഷം ഫണ്ടമെന്റൽ ഡിഫറെന്റ് ഫണ്ടമെന്റലാണ് മുകളിലോട്ട് പോകുമ്പോൾ രൂപം മാറുന്നുണ്ട്, ഇല്ല ഒരേ രൂപത്തിലാണ് പോവുക. അതുപോലെ തന്നെ 5 ലക്ഷം ഡിഫറെന്റ് ന്യൂസിൽ, ബെയറിഷ് ന്യൂസിലാണ് ഇത് താഴോട്ട് വരുന്നത് അല്ലെ? അപ്പൊ പ്രൈസ് ചാർട്ടിൽ രൂപം മാറുന്നുണ്ടില്ല, അതേ രൂപത്തിലാണ് താഴോട്ട് വരുന്നത്. അപ്പൊ താഴോട്ട് വന്നു കഴിഞ്ഞാൽ മുകളിലോട്ട് പോയിട്ട് വീണ്ടും താഴോട്ട് വരുള്ളൂ. ഇതിനാണ് എന്ത് പറയാ? പ്രൈസ് വൈസ് കറക്ഷൻ എന്ന് പറയുക. ഇതിന്റെ പേരാണ് സിക്സാക്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പഠിച്ച കാര്യങ്ങൾ റിപ്പീറ്റ്, വളരെ ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഒറ്റ ഷോട്ടിൽ നിങ്ങളോട് പറഞ്ഞു തരാണ്. ഇത് നിർബന്ധമായിട്ട് പഠിച്ചിട്ടാ നിങ്ങൾക്ക് എന്ത് ചെയ്ത് ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഉദ്ദേശം എന്താണ്? നമ്മുടെ സ്റ്റുഡൻസിനോടും, പ്രീമിയം പ്രൈസ് ആക്ഷൻ സ്റ്റുഡൻസിനോടും, അതുപോലെ തന്നെ യൂട്യൂബിലുള്ള സ്റ്റുഡൻസിനും ഇൻവെസ്റ്റ് ചെയ്യുക. പ്രീമിയം ലാർജ് ക്യാപ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. സ്ഥിര വരുമാനം, നമ്മൾ ജോലി ചെയ്യുന്നുണ്ട് 50,000 രൂപക്ക്, ഇപ്പൊ ട്രേഡ് ചെയ്ത ഒരു 50,000 അത് കിട്ടുകയാണെങ്കിൽ 1 ലക്ഷമായി അല്ലെ? അപ്പൊ നമുക്ക് മാക്സിമം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടുക. ആ 1 ലക്ഷത്തിൽ നിന്ന് മാക്സിമം ഇൻവെസ്റ്റ്മെന്റ് കൂട്ടുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ പഠിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം. അത് നിങ്ങൾ FNO ചെയ്തോ, സ്റ്റോക്സ് ചെയ്തോ, ഈ അക്കൂറസി വെച്ച് നമുക്ക് എവിടെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ പഠിക്കാണ്ട് ചെയ്താൽ എല്ലാത്തിലും ലോസ് ആയി. FNO ചെയ്യുന്ന ആളുകളുണ്ട്, അവർക്ക് നഷ്ടം വരുന്നത് എന്തുകൊണ്ടാണ്? ഫണ്ടമെന്റൽ അറിയായിട്ടാണോ? ഒരിക്കലല്ല, അവർക്ക് ടെക്നിക്കൽ അറിയാത്തതുകൊണ്ടാണ്. സ്റ്റോക്ക് ട്രേഡ് ചെയ്ത് നഷ്ടം വരുന്നത് എന്തുകൊണ്ടാണ്? ഫണ്ടമെന്റൽ അറിയായിട്ടാണോ? എല്ലാ ഫണ്ടമെന്റലും നമ്മളെക്കാൾ ഒരു ഭൂമിയിൽ ഒരാൾക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ എന്താണ്? നമുക്ക് ടെക്നിക്കൽ അറിയില്ല, അതാണ് പ്രശ്നം. അതുപോലെ തന്നെ ഫണ്ടമെന്റൽ നോക്കിക്കൊണ്ട് ട്രേഡ് ചെയ്തുകൊണ്ടും ടെക്നിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ, പഠിക്കാത്തതുകൊണ്ടും പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് ലോസ് വരുന്നത്. അത് ഞാൻ 1000 ടൈം ഗ്യാരണ്ടി പറഞ്ഞുതരാം. ഇനി സേഫ് ആയുള്ള സ്റ്റോക്സ്, FNO ട്രേഡിംഗ്, സ്വന്തമായോ നമ്മുടെ കൂടെയോ ലാഭം നേടിക്കൊണ്ട്, ഇത് നമ്മളെ സ്റ്റുഡൻസിനോട് ഞാൻ പറയുന്നത്. അക്കൗണ്ടിൽ സ്റ്റോക്ക് എല്ലാ മാസവും കൂടുതൽ വാങ്ങാനും ജോലിയുടെ കൂടെ മറ്റൊരു വരുമാനത്തിനും വേണ്ടിയാണല്ലോ. ആയതിനാൽ നമ്മൾ പഠിച്ച പ്രൈസ് ആക്ഷൻ, പ്രൈസ് ചാർട്ട്, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ വെച്ചുകൊണ്ട് നന്നായി പ്രാക്ടീസ് ചെയ്തത് മാത്രം ട്രേഡ് ചെയ്യാൻ സാധിക്കും. ഇത് നമ്മുടെ സ്റ്റുഡൻസിനോടാണ്.
സേഫ് ആയുള്ള സ്റ്റോക്സ് എഫ് എൻ ഒ ട്രേഡിംഗ് സ്വന്തമായോ, അതായത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, പ്രീമിയം പ്രൈസ് ആക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് തന്നെ ചെയ്യാം. അല്ലെങ്കിൽ ഇൻവെസ്റ്റ്, അതായത് സ്വന്തമായി നമ്മുടെ കൂടെ ചെയ്തുകൊണ്ട് ലാഭം നേടിക്കൊണ്ട്, അതിനാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. നമ്മളിപ്പോ പറഞ്ഞ പോലെ 3 വർഷത്തേക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. സ്വാഭാവികമായിട്ടും അത് നിങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് നിങ്ങൾ വന്ന് പഠിച്ചു പ്രാക്ടീസ് ചെയ്യാണ്. അപ്പൊ നിങ്ങളതിന് ചെയ്യേണ്ടത് എന്താണ്? ഈ കിട്ടുന്ന ലാഭം എടുത്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക് തട്ടണം. അതിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. എല്ലാ മാസവും നമ്മൾക്ക് വരുമാനവും കിട്ടും. ആ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്ഥിര വരുമാനത്തിന് വേണ്ടിയാണല്ലോ. അതായത് നമ്മൾ പഠിച്ച പ്രൈസ് ആക്ഷൻ എഡ്യൂക്കേഷൻ വെച്ചുകൊണ്ട് നന്നായി പ്രാക്ടീസ് ചെയ്തതിനു ശേഷം മാത്രം, പ്രാക്ടീസിനാണ് അവിടെ ഒരു രണ്ടാമത്തെ പോയിന്റ് ഇത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഫണ്ടമെന്റൽ അനുസരിച്ച് കൊണ്ടോ ടെക്നിക്കൽ പഠനമില്ലാതെയോ പരിശീലനമില്ലാതെയോ ട്രേഡ് ചെയ്യാൻ നമ്മൾ പരാജയപ്പെടും. അത് 1000 വട്ടം എഴുതി വെച്ചു. നിങ്ങൾ 45 അല്ല 55 വയസ്സായാലും നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ഏതെങ്കിലും ഒരു പ്രൊഫഷനിലെ ഏറ്റവും വലിയ എക്സ്പെർട്ട് ആണെങ്കിലും നിങ്ങളെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ഫണ്ടമെന്റൽ വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് 1 രൂപ ഉണ്ടാക്കാൻ പറ്റില്ല. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ പഠിക്കാതെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. മൂന്നാമത് അത് പരിശീലിക്കാതെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ലോകത്തിലെ ഇത് എത്ര വലിയ അതായത് ഏതെങ്കിലും ഒരു മേഖലയിലുള്ള എത്രയോ വലിയ കൊമ്പനായാലും ശരി, നമ്മൾ ആരായാലും ശരി, ഞാൻ പറയുന്നത് വെച്ചാൽ അവർ പറയുന്നത് കേട്ടാ ഫണ്ടമെന്റൽ കോട്ടൊക്കെ കിട്ടുന്നൊരു പാവപ്പെട്ട ആൾക്കാർ പറയുന്നത് കേട്ടാ അവൻ ഞെട്ടിത്തെരിച്ചു. പക്ഷെ ട്രേഡ് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റില്ല എന്നുള്ളത്. അത് 1000 ടൈം ഗ്യാരണ്ടിയാണ്. വ്യക്തമായ ഒരു സ്റ്റോക്കിൽ എൻട്രി ചെയ്യാനോ ടാർഗറ്റ് എടുക്കാനോ ഫണ്ടമെന്റൽ കൊണ്ട് പറ്റില്ല. അത് ഏത് വലിയ കൊമ്പനായാലും ശരി പറ്റില്ല. 100% ഗ്യാരണ്ടി. അപ്പൊ സ്റ്റോക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായ സ്റ്റോക്സിൽ സ്വിങ് ചെയ്യാം. അതുപോലെ തന്നെ ഫുൾ ക്യാഷിന് മേടിച്ചുകൊണ്ട് 1 ലക്ഷം രൂപക്ക് മേടിച്ച് നമ്മൾ ഞാൻ ടാറ്റാ മോട്ടോഴ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് എത്രയായിരുന്നു പറഞ്ഞാൽ 20,000 രൂപ അല്ലെ. അപ്പൊ അങ്ങനെ ട്രേഡ് ചെയ്യാം. ക്യാഷ് ആൻഡ് ക്യാരിയിൽ മേടിച്ചുകൊണ്ട് ആ മൂവ്മെന്റ് എടുത്ത് ഇറങ്ങാം. സ്റ്റോക്സിൽ ചെയ്യാം. പിന്നെ എഫ് എൻ ഒ ചെയ്യാം. ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ച പ്രീമിയം പ്രൈസ് ആക്ഷൻ വേവ്സ് ബേസ് ട്രെൻഡ് അടിസ്ഥാനത്തിൽ മാത്രം ട്രേഡിൽ എൻട്രി ആയതിനു ശേഷം വ്യക്തമായ ടാർഗറ്റിൽ എക്സിറ്റ് ആവുക. അതായത് ഇതിപ്പോ നമ്മുടെ സ്റ്റുഡൻസിനോട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പഠിച്ചതനുസരിച്ച് മാത്രം ട്രേഡ് ചെയ്യും. ഒരിക്കലും നിങ്ങൾ ഫണ്ടമെന്റലിലോട്ട് പോകരുത്. കാരണം ഈ പഠിച്ച സ്റ്റുഡൻസ് പോലും അത്യാവശ്യം ന്യൂസ് ബഡ്ജറ്റും കാര്യങ്ങളും, എന്റെ പൊന്നു സഹോദര, ബജറ്റ് തീപിടുത്തം ഇതൊക്കെ തന്നെയാണ് ഫണ്ടമെന്റൽ നടക്കുന്നതും ഫണ്ടമെന്റലാണ്. പക്ഷെ അതുകൊണ്ട് നമുക്ക് ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ആകാൻ പറ്റില്ല. നിങ്ങളിപ്പോ നിഫ്റ്റിയിൽ ട്രെൻഡ് റിവേഴ്സിൽ വരുന്നുണ്ട് അല്ലെ. ട്രെൻഡ് കൺഫേം ആണോ? ഒരിക്കലും അല്ല. അതിന് നമ്മൾ പല പല ടൂൾസുകൾ പഠിച്ചിട്ടുണ്ട്. വെറും ക്യാൻഡൽസ് മാത്രമാണ്? ഒരിക്കലും അല്ല. പ്രീമിയം ക്യാൻഡൽസ് നോക്കുക, നമ്മുടെ മൂവ്മെന്റ് വരുമ്പോൾ ട്രേഡ് ചെയ്യുക. മന്ത്ലി ക്യാൻഡൽ നോക്കുക, സ്വിങ് ചെയ്യുക. പാറ്റേൺസ് നോക്കുക, സ്വിങ് ചെയ്യുക. ക്ലിയർ അല്ലേ? അതിന്റെ ടാർഗറ്റ് സ്വിങ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അറിയാം, എല്ലാ ന്യൂസുകളും ഞാൻ അതിൽ കൺവേർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. എല്ലാ ന്യൂസും ഡിഫറെന്റ് ആണ്. പക്ഷെ നമ്മുടെ ടെക്നിക്കൽ ഒന്നാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ട്രേഡ് ഫണ്ടമെന്റൽ നമ്മൾ നോക്കുന്നത് ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്കുകളിൽ മാത്രമാണ്. ട്രേഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്താണോ സംഭവിക്കുന്നത് ക്യാൻഡിൽ, ആ അടിസ്ഥാനത്തിൽ ടൈം ഫ്രെയിം ആണ്. ഇപ്പൊ ഇൻട്രാഡേ ചെയ്യുന്ന 15 മിനിറ്റ്സിന്റെ ബുള്ളിഷ് ക്യാൻഡിൽ വരുമ്പോൾ ബൈ ചെയ്യുക. അതിന് വ്യക്തമായ ടാർഗറ്റ് ഉണ്ട്, അവിടെ എക്സിറ്റ് ആവുക. ഓക്കെ, സ്വിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ വീക്ക്ലി മന്ത്ലി ഡെയിലിയുടെ പ്രീമിയം ക്യാൻഡിൽസ് വരുമ്പോൾ എൻട്രി ആവുക. അതിന്റെ വ്യക്തമായ ടാർഗറ്റിൽ എക്സിറ്റ് ആവുക. അല്ലാതെ അവിടെ ബജറ്റ് വന്നു, തീ പിടിച്ചു, അതൊക്കെ ഡിഫറെന്റ്, വാർ വന്നു, കൊറോണ വന്നു, അതൊക്കെ ഡിഫറെന്റ് കാരണം. ഇവിടെ സംഭവിക്കുന്ന ഒരേ പ്രീമിയം ക്യാൻഡൽസ് ആണ്, ഒരേ വേവ്സ് ആണ്, ഒരേ ടാർഗറ്റ് ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ അതാണ് യുക്തി. പഠിച്ച ആളുകളോട് എന്നോട് അങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിലൊന്നും തെറ്റില്ല, നോക്കിക്കോ. പക്ഷെ ട്രേഡ് അത് വെച്ചുകൊണ്ട് ചെയ്യരുത്, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതാണ് പറഞ്ഞത്. അവർക്ക് ദിവസേന മാർക്കറ്റിൽ സ്റ്റോക്കുകളിൽ സംഭവിക്കുന്ന അതാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മുടെ സ്റ്റുഡൻസിനോട് സ്റ്റോക്കുകൾ സംഭവിക്കുന്ന വ്യത്യസ്ത ലക്ഷക്കണക്കിന് ന്യൂസുകളാണ് സ്റ്റോക്കുകളിലും ഇൻഡെക്സുകളിലും വേൾഡ് വൈഡ് ആയിട്ട് സംഭവിക്കുന്നത്. ആ ലക്ഷക്കണക്കിന് ന്യൂസിന്റെ കാരണം അറിയാം. എനിക്ക് കാരണം അന്വേഷിക്കുന്ന ആൾക്കാർ ഇതുവരെ മനസ്സിലാക്കില്ല. അയാൾക്ക് എന്തെങ്കിലും ഒരു കാരണം എപ്പോഴെങ്കിലും തിരിഞ്ഞോ? നാളെ സംഭവിക്കും. ഇന്ന് ടാറ്റാ മോട്ടോഴ്സ് വേണം, നാളെ നമുക്ക് കാരണം അറിയാൻ പറ്റും. ട്രേഡർ എന്ന നിലയിൽ നിങ്ങൾക്ക് ഇപ്പൊ എല്ലാം അറിയണ്ടേ? അല്ലാണ്ട് നിങ്ങളെ 1 ലക്ഷം രൂപക്ക് നിങ്ങൾ ടാറ്റാ മോട്ടോഴ്സ് ബൈ ചെയ്തു, അത് 50,000 ആയി അല്ലെ. ആയിട്ട് നാളെ അറിഞ്ഞിട്ട് എന്ത് കാര്യം? അപ്പൊ എന്റെ പൊന്നു സഹോദര, ട്രേഡർ എന്ന നിലയിൽ നിങ്ങൾ ടെക്നിക്കലാണ് പഠിക്കേണ്ടത്. മനസ്സിലാവുണ്ടോ? അല്ലാണ്ട് കാരണം അന്വേഷിച്ച് നടക്കലല്ല. ദയവായിട്ട് മനസ്സിലാക്കുക. എന്നാൽ വ്യത്യസ്ത ന്യൂസുകൾ എടുത്താണ് സംഭവിക്കുന്ന വിലയുടെ ഉയർച്ചയും അതിന്റെ ടാർഗറ്റിനെയും വിലയുടെ താഴ്ചയും അതിന്റെ ടാർഗറ്റിനെയും ഒരേ രൂപത്തിൽ ഫോം ആകുന്ന പ്രൈസ് ആക്ഷൻ ക്യാൻഡൽസ് വേവ്സ് അടങ്ങിയ ടെക്നിക്കൽ മാത്രം ട്രേഡ് ചെയ്യുമ്പോൾ എൻട്രി ടാർഗറ്റ് കാണിച്ചു തരാൻ കഴിയുള്ളൂ. ഞാനത് നേരത്തെ കൂടി പറഞ്ഞു. ഫണ്ടമെന്റൽ ഒരിക്കലും നമുക്ക് സ്റ്റോക്കിന്റെ സ്റ്റോക്ക് ഇപ്പൊ അപ് ട്രെൻഡ് പോവാണ്. ഫണ്ടമെന്റൽ വെച്ചുകൊണ്ട് നമുക്ക് വിളിച്ചു വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് പ്രീമിയം ക്യാൻഡൽസിലാണ് നമുക്ക് എൻട്രി എടുക്കാനും അതുപോലെ തന്നെ പാറ്റേൺസിലാണ് നമുക്ക് എൻട്രി എടുക്കാനും വേവ്സിലാണ് നമുക്ക് എൻട്രി ടാർഗറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മണി ടൈം ഇമോഷൻ കൊണ്ട് പഠനമില്ലാതെ റോങ് ലോജിക് അനുസരിച്ചും മറ്റു നേട്ടങ്ങൾക്കായും പല വിധത്തിൽ ട്രേഡ് ചെയ്യുന്ന പല ഗ്രൂപ്പുകളിലെ കാണാം. തീർച്ചയായിട്ടും അത് നമ്മുടെ ശീലമാണത്. കാരണം നമ്മൾ പഠിച്ച ആളുകൾ തന്നെ പുറത്തുള്ള, ഇപ്പൊ ഒരുപാട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അവരെല്ലാം തെറ്റില്ല പറയുന്നത്. ഫണ്ടമെന്റൽ ട്രേഡ് ചെയ്യാൻ തെറ്റ്, ഞാനങ്ങനെ തെറ്റ് ചെയ്ത ഒരാളാണ്. ഞാനത് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവുന്നതാണ്. ഞാൻ പഠിപ്പിച്ച ആളുകൂടെ പറയുന്നത്, സ്പെഷ്യലി യൂട്യൂബ് അല്ല, പ്രീമിയം കണ്ടന്റ് പഠിച്ച ആളുകൾ. നിങ്ങൾ വിവിധ ഗ്രൂപ്പുകളിലുണ്ട്, അതൊക്കെ നമ്മുടെ പേഴ്സണൽ ചോയ്സാണ്. ഒരിക്കലും ഞാനത് പറയുന്നില്ല. നിങ്ങൾക്ക് സഹോദരങ്ങളെ ഡൈവേർട്ട് പോവാതിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ 1000 ടൈം അത് 100% വർക്ക് ചെയ്യുന്ന സംഗതികളാണ്. അപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് അറിയാം. പക്ഷെ എന്നാലും ഇച്ചിരി ഫണ്ടമെന്റൽ ഓരോ കഥ കേട്ട് ഇത് കഥ കേട്ടിട്ട് നമ്മളോട് സംശയിക്കും. അത് അങ്ങനെ സംഭവിക്കുന്നത് പാടില്ല. നിങ്ങൾ
കേട്ടോ, കഥകൾ പറഞ്ഞോ, ഫണ്ടമെന്റൽ നോക്കി അതൊന്നും തെറ്റില്ല. പക്ഷെ ട്രേഡിങ്ങിലോട്ട് വരുമ്പോൾ ഈ സാധനം മാത്രമേ ഉപയോഗിക്കുള്ളൂ, എങ്കിലേ വിജയിക്കുള്ളൂ. അതുകൊണ്ടാ പറഞ്ഞു തരുന്നത്. നഷ്ടം ഉറപ്പാണ് ഫണ്ടമെന്റൽ നോക്കിയിട്ടില്ല. അപ്പൊ ഫൈനലി നമ്മുടെ ഉദ്ദേശം എന്താണ്? ഈ പറഞ്ഞ നമ്മുടെ ഒരുപാട് പഠിച്ച സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഏത് ഒരിക്കലും അങ്ങനെയല്ല, സോൺ ഡിസിഷൻ വേണം. കാരണം നമ്മൾ പൈസ ഉണ്ടാക്കി എങ്ങനെയാ നമ്മുടെ ഇപ്പം നമ്മള് അക്കൗണ്ടിങ്ങിനോ ഐ ടിക്കോ ഒക്കെ പഠിച്ചത് എങ്ങനെയാ? പൈസ കൊടുത്ത് കണ്ടന്റ് എടുത്ത് പഠിച്ച്, അത് മറ്റുള്ളവരുടെ ചോയ്സല്ല, ഒരിക്കലും നിങ്ങളുടെ ചോയ്സിലാണ് നിങ്ങൾ പഠിച്ചത് അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടം എന്താ? ഐ ടി ആവാനായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അക്കൗണ്ടന്റ് ആവാനായിരിക്കും. അത് നിങ്ങൾ മറ്റുള്ള ഒരാളെ ഇഷ്ടവും സ്വീകരിക്കില്ല അല്ലേ? അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് സജഷൻ എന്ന് പറയുന്നത് എന്താണ്? തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ചോദിക്കുക, ഒരിക്കലും നമ്മുടെ ചോയ്സിലെ അനലൈസ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ ഇപ്പൊ ഞാൻ 4 സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്? ബഡ്ജറ്റിലുണ്ട്. അതുപോലെ തന്നെ ഇതേ സ്ഥാനത്ത് നിങ്ങൾക്ക് ഐ ടി സിക്ക് പകരം എച്ച് യു എൽ, നെസ്ലയും വെക്കാം. വിപ്രോക്ക് പകരം ടി സി എസ്, ഇൻഫോസിസ് വെക്കാം. ഗെയിലിന് ഗെയിലിന് പകരമില്ല. കാരണം എന്താ വെച്ചാൽ ഇതിപ്പോ ചില ആൾക്കാർക്ക് അത്രയും ഇമോഷൻ ഉള്ള ആളുകളുണ്ട്. വില എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമോഷൻ. അത് പഠിപ്പിലായിക്കോട്ടെ, സ്റ്റോക്സിന് ബൈയിങ്ങിലായി. അപ്പൊ നിങ്ങൾക്ക് ഞാനൊരു 4 ഇത് തരാം. ഗവൺമെന്റ് സ്റ്റോക്കിൽ നമുക്ക് ലൈം ജ്യൂസ് കുടിക്കുന്ന പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പൊ ഐ ഒ സി ഗെയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 100, 150 റുപ്യ കിട്ടും അല്ലെ? നിങ്ങൾ മാസം 4 സ്റ്റോക്കുകൾ മതി ഈ സുഹൃത്ത്. ഒരിക്കലും മ്യൂച്വൽ ഫണ്ടിൽ ഐ പി എൽ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യരുത്. മറ്റേ നിഫ്റ്റി ബീസിലും അതിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യരുത്. ഇ ടി എഫിലൊന്നും. നേരിട്ടുള്ള സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഞാൻ ഈ പറഞ്ഞ 90% ആളുകളുടെ പ്രധാന വരുമാനം. അതാണ് ഡിവിഡൻഡ് ഇൻവെസ്റ്റ്. ട്രേഡിംഗ് അല്ല സുഹൃത്തെ, ട്രേഡിംഗ് അല്ല, ദയവായിട്ട് മനസ്സിലാക്കുക. ഇതാണ് നമ്മൾ ഈ പഠിച്ചതിന്റെ മൊത്തം കാരണം എന്താ? നമ്മുടെ എഫ് എൻ ഒ സ്റ്റോക്സിലൊക്കെ ട്രേഡ് ചെയ്തുകൊണ്ട്, ഒന്നാമത് നിങ്ങൾക്ക് ജോലി ചെയ്യുമ്പോൾ ഡെയിലി വരുമാനം അല്ലെങ്കിൽ വീക്കിലി മന്ത്ലി വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. നമ്മുടെ സ്ഥിര വരുമാനമായിട്ട് എടുക്കുക. കൂട്ടത്തിൽ നിങ്ങൾ ഏറ്റവും വലിയ പോർഷൻ കൊണ്ടു നേടിയ ഇൻവെസ്റ്റ്മെന്റ് ഗോൾഡൻ അക്കൗണ്ടിലേക്ക്, നമ്പർ 1 അക്കൗണ്ടിലേക്ക്. ഇതാണ് നമ്മുടെ ടോട്ടൽ വിഷയം പറഞ്ഞു വരുന്നതിന്റെ. ഞാൻ ഇത്രയും സീരിയസ് ചെയ്തതിന്റെ വിഷയം ഇതാണ്. പ്രീമിയം കണ്ടന്റ് പഠിച്ച ആളുകളോടും അല്ലാത്ത ആളുകളോടും ഞാൻ പറയുന്നത് ഇതാണ്. അപ്പൊ സ്വയം എല്ലാ സുഹൃത്തുക്കളും നമ്മൾ ചോദിക്കും. അപ്പൊ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഇപ്പൊ നമ്മൾ 5000 രൂപ ഉള്ളെങ്കിൽ 5000 രൂപ 4 സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്, മിനിമം 4, മാക്സിമം 6. നിങ്ങൾക്ക് ഫാർമ എടുക്കാം, ഫിനാൻസ് എടുക്കാം, ഓട്ടോ എടുക്കാം, ഏത് എടുക്കാം. ഇപ്പൊ ഫിനാൻസ് പാടില്ലാത്ത ശരിയായ പ്രശ്നമുള്ള ആളുകൾ, ബാങ്ക് ഫിനാൻസ് പാടില്ലാത്ത ആളുകൾക്ക് ഓട്ടോ സെക്ടറോ മറ്റുള്ള ഏതെങ്കിലും ഒരു സെക്ടർ എടുക്കാം. ഓക്കെ. ഹൈലി ഡിമാൻഡ് സെക്ടർ ആയിരിക്കണം, നമുക്ക് അറിയുന്ന കമ്പനി ആയിരിക്കണം, നമ്മൾ പബ്ലിക് മാർക്കറ്റ് പരിചയമുള്ള കമ്പനി ആയിരിക്കണം, സോളിഡ് കമ്പനി ആയിരിക്കണം, രാജ്യ പ്രീമിയം, ഹൈലി ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനി ആയിരിക്കണം. ക്ലിയർ അല്ലേ? ഉദാഹരണത്തിന് നമ്മൾ അച്യുവൽ പറഞ്ഞിട്ടുണ്ട്, ഐ ഒ സി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബഡ്ജറ്റ് പ്രൈസിൽ വരുന്ന 4 ഞാൻ പറഞ്ഞത്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 500, 100, 200, ഏകദേശം 500 തന്നെ കൂട്ടി. 2000 റുപ്യന്റെ 4 സ്റ്റോക്ക് വാങ്ങാം. ഫാർമിൽ നിന്ന് വേണമെങ്കിൽ സൺ ഫാർം എടുക്കാം. തീർച്ചയായിട്ടും 5 സെക്ടർ ആണെങ്കിലും 6 സെക്ടർ, 6 സെക്ടർ നമ്മൾ എന്നിട്ട് 6 സെക്ടറിലുള്ള 6 സ്റ്റോക്കിന് 6 ലക്ഷം സ്റ്റോക്കാക്കി മാറ്റുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാർഗറ്റ്. മനസ്സിലാവുന്നുണ്ടോ? അതിനാണ് നമ്മളിപ്പോ ഇവിടെ ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ ട്രേഡ് ചെയ്യുമ്പോൾ ഈ കയ്യിലുള്ള ഇപ്പൊ നമ്മുടെ പിന്നെ ഈ വലിയ വലിയ ആളുകളുണ്ട്. നമ്മുടെ വലിയ വലിയ 35 മുതൽ 45 വരെ എന്ന് പറയുമ്പോൾ ഹൈലി മെച്ചൂർഡ് ആയ ആളുകളാണ്. അവർക്ക് ജോലിയിൽ അവർ എക്സ്പേർട്സ് ആണ്. ലോകത്തുള്ള എല്ലാ എക്സ്പേർട്സ് ആണ്. ചിലപ്പം വളരെ സ്കില്ലുള്ള മനുഷ്യന്മാരായിരിക്കും. പക്ഷെ സംഭവം എന്താണ്? ഇവർക്ക് ഈ ട്രേഡിങ്ങിലോട്ട് ലോജിക്കലി ഫണ്ടമെന്റലാണ് സംഭവിക്കുന്നത്. കാരണം എന്താ? അവിടെ ഫണ്ടമെന്റൽ അനുസരിച്ചിട്ടുള്ള ഇമോഷൻ അനുസരിച്ചിട്ടാണ് സ്മാർട്ട് മണിന്റെ 2 ഗ്രൂപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഗ്രൂപ്പ് ബൈ ചെയ്യുന്നു, അടുത്ത ഗ്രൂപ്പ് സെല് ചെയ്യുന്നു. ഇങ്ങനെയാണ് മാർക്കറ്റിൽ ക്യാൻഡൽസുകൾ ഫോം ആവുന്നത്. 500 കോടി 1000 കോടിയുടെ ക്യാൻഡൽസ് ഫോം ആവുന്നത്. ഇപ്പൊ 500 കോടി 1000 രൂപയുടെ ക്യാൻഡൽസിന് ഒരു മലയാളിക്കും വിലയില്ല എന്നുള്ളത് ഞാൻ 1000 ടൈം, എനിക്കറിയുന്ന മലയാളികൾക്ക് വിലയില്ല. ക്യാൻഡൽസ് അത് നമുക്കറിയാലോ എന്ന് പറയും. പക്ഷെ വ്യക്തമായ പേര് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ടാർഗറ്റ് വെച്ചാൽ ഒരാൾക്കും അറിയില്ല. അതറിയില്ല, പിന്നെ നിങ്ങൾക്ക് എന്ത് ട്രേഡറാ സഹോദരൻ? നിങ്ങൾ ക്യാൻഡൽസിന്റെ റൂഹ് എന്ന് പറയുന്നത് വിലയാണ്. വില അറിയില്ല, നമ്മൾ ട്രേഡറാണ് ഒരിക്കലും. അപ്പൊ അത് ആദ്യം അത് പഠിക്കുക എന്നുള്ളത്. അത് പഠിച്ച് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് അതിന്റെ പ്രീമിയം കണ്ടന്റ് എവിടെന്ന് വെച്ചാൽ പഠിക്കുക. അതിന് വാല്യുവേഷൻ മൂല്യം ഉണ്ടാവും. ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് ഇത് എന്താണ് മൂല്യം കുറവ് ഒരിക്കലല്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് ടി സി എസ് എന്ന് പറയുന്ന കമ്പനി അല്ലെങ്കിൽ അബോട്ട് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിക്ക് മൂല്യം ഉള്ളത് കൊണ്ടാണ് അതിന് വില കൂടുതൽ. അതുകൊണ്ട് മൂല്യമുള്ള എഡ്യൂക്കേഷൻ 10 രൂപന്റെ സ്റ്റോക്കും 10 രൂപന്റെ എഡ്യൂക്കേഷൻ പോലെ ആയിരിക്കില്ല, അതിന് വില ഉണ്ടാവും. അത് നിങ്ങൾ എഴുതുന്ന പഠിച്ചാൽ ശരി, അതിന് വില ഉണ്ടാവും. പക്ഷെ അതെന്താണ്? വൺ ടൈം പ്രശ്നമാണ്. ആ ഇമോഷൻ ബ്രേക്ക് ചെയ്ത് വൺ ടൈം പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുക, ലൈഫ് ലോങ് അറിവുമായി ലൈഫ് ലോങ് പ്രോഫിറ്റ് ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇന്റൻഷൻ, നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇങ്ങനെ ആകേണ്ട 4 6 ഇതിലിപ്പോ നിങ്ങൾക്ക് സൺഫാർമ അല്ലെങ്കിൽ ഫാർമ സെക്ടറിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്ക്, വേറെ ഏതെങ്കിലും സെക്ടറിൽ ഒരു സ്റ്റോക്ക് എടുക്കുക. ആ സ്റ്റോക്കിൽ നിന്ന് അടിച്ച് കയറ്റുക. അതായത് 6 സ്റ്റോക്കിന്റെ 6 ലക്ഷം സ്റ്റോക്ക് വേണം നമ്മുടെ കയ്യിൽ ഡിമാറ്റ് അക്കൗണ്ടിൽ. ഓക്കെ. അത് ഉണ്ടാവുക സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ്. അക്കൗണ്ട് ടാക്സ് കഴിഞ്ഞ് നേരെ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു വർഷം ഒരു കമ്പനി 1 ലക്ഷം ഷെയറിന് 20 ലക്ഷം രൂപ വെച്ച് തരുന്നതെന്ന് വെച്ചു. അപ്പൊ എത്രയും 6 കമ്പനിക്ക് 6 ലക്ഷം ഷെയറിന് എത്ര ഇത് കിട്ടി? 6 12, 1 കോടി 20 ലക്ഷം രൂപ നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും, അത് നിങ്ങൾക്ക് ജോലി ബിസിനസ് എല്ലാം എനി ടൈം പൊട്ടാം അല്ലെ? എന്ന് വെച്ചിട്ട് കമ്പനിയോ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആ ജാതി കമ്പനികളാണ്. 20 വർഷം പ്ലസ്, അതൊക്കെ നമ്മൾ ഫണ്ടമെന്റൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ?
നമ്മുടെ ജോലി, ബിസിനസ് ജോലി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറയുന്നത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ കഥയാണ്. മറ്റുള്ള ആളുകൾക്ക് പിന്നെ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നമുക്ക് സാധാരണക്കാർക്ക് രക്ഷപ്പെടാനുള്ള വഴിയാണെന്നീ പറഞ്ഞു തരുന്നത്. നമ്മൾ അതിനാണെന്നീ പാഞ്ഞു വണ്ടി പിടിച്ച് മാർക്കറ്റിൽ വന്നത്. മാർക്കറ്റിൽ വന്ന് നമ്മൾ ചപ്പും ചവറും എല്ലാ വീഡിയോസും അല്ല, അനാവശ്യമായ വീഡിയോസ് കണ്ട് പി എക്സ്പാൻഷൻ, സി എക്സ്പാൻഷനിൽ ട്രേഡ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ക്യാപിറ്റലും കൂടി അവിടെ കടന്ന് ലോക്കായി. ഇതിൽ നല്ല ആ ക്യാപിറ്റൽ ലംസമായിട്ടെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ഒന്നുമില്ലെങ്കിൽ നല്ല ഡിവിഡൻഡ് കിട്ടിയത്. അതാണല്ലോ അതിനാണല്ലോ മെയിൻ ആയിട്ട് വരുന്നത്. പക്ഷെ അതൊന്നും ആർക്കും അറിയില്ല. അവരുടെ ധാരണ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചൊന്നും ഒരാളും ആ ഒരു മണി ഗ്രൂപ്പിലൊന്നും പറയില്ല. ഇൻവെസ്റ്റ്മെന്റ് ആണ് സുഹൃത്തുക്കളെ 90% വാറൻ ബഫറ്റിന്റെ ഇൻകം എന്താണ്? അദ്ദേഹം ട്രേഡർ ആണ്, ഒരിക്കലല്ല. അദ്ദേഹത്തിന് കോടികൾ വരുന്ന എഴുതുന്ന കൊക്കക്കോളയിൽ നിന്നും അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഡിവിഡൻഡ് ഇൻകം ആണ്. മനസ്സിലാവുന്നോ? അത് ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ അതാണ് മെയിൻ. അതൊന്നും ഒരിക്കലും ഈ ട്രേഡിംഗ് ഗ്രൂപ്പിലൊന്നും പറയുന്നത് കാണില്ല. അവരൊക്കെ ഫണ്ടമെന്റലിലൂടെ ട്രേഡ് ചെയ്യുന്ന ആളുകളാണ്. എന്നിട്ട് എന്ത് ചെയ്യും? ഉള്ള ക്യാപിറ്റൽ കൂടി അവിടെ ലോക്ക് ആവും. അപ്പൊ നിങ്ങൾ 35 45 വയസ്സുള്ള മെച്യൂർ ആയിട്ടുള്ള ആളുകളാണ്. സഹോദര, പഠിക്കാതെ ഒരു രൂപ ടെക്നിക്കൽ എവിടുന്ന് പഠിച്ചോ എങ്ങനെ പഠിച്ചോ പ്രശ്നമില്ല. പ്രീമിയം കണ്ടന്റിൽ പഠിക്കാതെ ഒരു രൂപ കിട്ടില്ല. അത് പഠിക്കാൻ താല്പര്യമില്ല. സപ്പോസ് എല്ലാവർക്കും അത് പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ ഇൻട്രസ്റ്റഡ് അല്ലാത്ത ആളുകളായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നേരെ നമ്മളെ എക്സൈപ്പ് നമ്മൾ മറ്റുള്ള ജോലിയിൽ നിന്നോ മറ്റുള്ള എന്തെങ്കിലും വരുമാനം ബിസിനസ്സിലോ പാർട്ട് ടൈമിലോ എന്തെങ്കിലും ആക്കിയിട്ട് എസ്ഐപി ഇൻവെസ്റ്റ്മെന്റ് കൂട്ടുക. അതിന് നിങ്ങൾ ട്രേഡ് ചെയ്യണം നിർബന്ധമില്ല. ഞാൻ ട്രേഡേഴ്സിനോടാ പറയുന്നത്. ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് നമ്മളെ സ്ഥിര വരുമാനം, രണ്ടാമത്തെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കും. അപ്പൊ ഇതാണ് ടോട്ടൽ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നിങ്ങളുടെ 6 സ്റ്റോക്ക്, 6 സെക്ടറിൽപ്പെട്ട 6 സ്റ്റോക്ക് മാക്സിമം 6 ലക്ഷം സ്റ്റോക്ക് ആക്കുക. അതുപോലെ 6 കോടി സ്റ്റോക്ക് ആക്കുക. അപ്പൊ ഇതൊരിക്കലും വിൽക്കാൻ മേടിക്കുന്നില്ല. ഇത് ലൈഫ് ലോങ്, ഇത് ഗോൾഡൻ അക്കൗണ്ട് ആണ്. ലൈഫ് ലോങ് നമ്മുടെ തലമുറക്ക് നിങ്ങൾക്ക് 3 വർഷം കൊണ്ട് നല്ല രീതിയിൽ ഇത്, അതായത് ഞാൻ മുഹമ്മദ് അൻവർ എന്ന് പറഞ്ഞാൽ 100 സ്റ്റോക്ക് മേടിച്ചാൽ നമുക്ക് ലാസ്റ്റ് കാണുന്ന 96, എത്രയാണ് അത്? 96 ലക്ഷം സ്റ്റോക്ക്. അതായത് 96 ലക്ഷം, 1 കോടിന്റെ അടുത്ത്. പിന്നെ നമ്മൾ പിന്നീട് പഠിച്ചിട്ടുണ്ടായിരുന്നു 2.5 കോടി പ്രീമിയത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ 2.5 കോടി സ്റ്റോക്ക് 100-ൽ നിന്ന് 30 വർഷം കൊണ്ടായതാ അല്ലെ? ആ 100 അങ്ങനെ വിട്ടല്ലേ. പക്ഷെ നമ്മളങ്ങനെയാണ് ഒരിക്കലുമല്ല. നമ്മൾ ഇമ്മാസം 100 മേടിച്ചാൽ അടുത്ത മാസം 100 മേടിക്കണം. അതിന് പൈസ വേണ്ടേ? അപ്പൊ ജോലി ചെയ്ത പൈസ തീർത്ത് സ്റ്റോക്ക് മേടിക്കാൻ പറ്റും? ഒരിക്കലും ഇല്ലല്ലോ. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അഡീഷണൽ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നത്. സ്വിംഗ് ട്രേഡ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് നിങ്ങൾ പ്രീമിയം ട്രാൻസാക്ഷൻ പഠിച്ചു, സ്വന്തമായിട്ട് ചെയ്യാം. ഹയർ ഡിഗ്രി ലെവൽസുള്ള കോഴ്സ് ആണ് നമ്മളോട് ചോദിക്കുക, അതിലും ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇപ്പൊ 1 ലക്ഷം രൂപ ട്രേഡിംഗ് വരുമാനം വരുന്നുണ്ട്, 50,000 രൂപ സാലറി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങ് അത് ഈ ട്രേഡ് ചെയ്യുന്നതാണ്. അപ്പൊ മാക്സിമം ഷെയറിന്റെ എണ്ണം കൂട്ടാം, ഇൻവെസ്റ്റ്മെന്റിന്റെ എണ്ണം, ഗോൾഡൻ അക്കൗണ്ടിൽ ഷെയറുകൾ വാരി കൂട്ടുക എന്നുള്ള പേരിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെന്ന് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡൻസിനോടും നമ്മുടെ പ്രീമിയം പ്രൈസ് ആക്ഷൻ സ്റ്റുഡൻസിനോടും തരാനുള്ള ടോട്ടൽ മെസ്സേജ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും മറ്റുള്ള ട്രേഡിംഗ് സംബന്ധപ്പെട്ട വീഡിയോസും ഇൻവെസ്റ്റ്മെന്റ് സംബന്ധപ്പെട്ട വീഡിയോസും മുന്നോട്ട് ചെയ്യുന്നതായിരിക്കും. ഈ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് ജനുവരി 31. എല്ലാ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും കാര്യകാരണങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ യുക്തി കൊണ്ട് മാത്രം ചെയ്യുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് മുഴുവനായിട്ടും സീരീസ് കാണാത്ത ആളുകൾ കാണുക. കാണാൻ നിങ്ങൾ തീർച്ചയായും എന്തിനാണ് ഈ കാണണം എന്ന് പറയുന്നത്? കണ്ടുകൊണ്ട് വ്യക്തവും കൃത്യമായ ലക്ഷ്യത്തോടു കൂടി നല്ല രീതിയിൽ മാർക്കറ്റിൽ വർക്ക് ചെയ്ത് നല്ല സാമ്പത്തിക നേട്ടം ഉണ്ടാകുക. എല്ലാവർക്കും 2025 വിജയ വർഷമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.